ഓം സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യ മാന്യ ബഹിന്ദ്രാദിമൃഗ്യാ ഗണേശാഭിധാമീം വിദഗ്ധാം ശ്രീം ഗാവി കല്യാണമൂർത്തിം. ഓം 51 ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കെ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മം 6 ചേർന്ന് 51 വാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലം അചലം സർവദാ സാക്ഷിഭൂതം ഭാവാ അതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചേടണം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. 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 ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമുക്ക് ശ്രീകൃഷ്ണ നാമം ചൊല്ലാം. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതേ, ജനവിമോചന കൃഷ്ണ ജന്മമോചന, ഗരുഡവാഹന കൃഷ്ണ ഗോപികാപതേ, നയനമോഹന കൃഷ്ണ നീരജക്ഷണ, സുജനബാന്ധവ കൃഷ്ണ സുന്ദരാകൃതേ, മദന കോമള കൃഷ്ണ മാധവ ഹരേ, വസുമതീപതേ കൃഷ്ണ വാസവാനുജ, വരഗുണാകര കൃഷ്ണ വൈഷ്ണവാകൃതേ, സുരശിരാനന കൃഷ്ണ ശൗര്യവാരിധേ, പുരഹരാർച്ചിത കൃഷ്ണ പാർത്ഥസാരഥേ, മുരഹരാ വിഭോ കൃഷ്ണ മുക്തിദായക, വിമലപാലക കൃഷ്ണ വല്ലഭീപതേ, കമലലോചന കൃഷ്ണ കാമദായക,
വിമലഗാത്രവാ കൃഷ്ണ ഭക്തവത്സല ചരണപല്ലവം കൃഷ്ണ തരുണകോമളം കുവലയേക്ഷണ കൃഷ്ണ കോമളാകൃതേ തവ പദാംബുജം കൃഷ്ണ ശരണമേകണേ ഭുവനനായക കൃഷ്ണ പാവനാകൃതേ ഗുണഗണോജ്വല കൃഷ്ണ നളിനലോചന പ്രണയവാരിധേ കൃഷ്ണ ഗുണഗണാകര രാമസോദര കൃഷ്ണ ദീനവത്സല കാമസുന്ദര കൃഷ്ണ പാഹി സർവദാ നരകനാശന കൃഷ്ണ നരസഖാജയ ദേവകീസുത കൃഷ്ണ കാരുണ്യാംബുധേ കംസനാശന കൃഷ്ണ ദ്വാരകാവാസിൻ ഭാസുരാത്മകം കൃഷ്ണ ദേഹി മംഗളം തൃപ്പദാംബുജം കൃഷ്ണ കാമകോമളം ശരണമായി വരാൻ കൃഷ്ണ തരണമേ വരം കരുണതാവകം കൃഷ്ണ ചരണദാസരാ ഇവരിലെപ്പോഴും കൃഷ്ണ ചൊരിയണേ വിഭോ ശ്രീകണ്ഠേശ്വരം കൃഷ്ണ മുക്തിമന്ദിരം ഭക്തവത്സല കൃഷ്ണ കാമദായക പരമേശ്വര കൃഷ്ണ നിത്യമർച്ചിത പിള്ളതൻ കവി കൃഷ്ണ തള്ള എന്ന പോൽ നിർമ്മിതാകൃതി കൃഷ്ണ നന്മയേകണേ സ്തോത്രകീർത്തനം കൃഷ്ണ നിത്യമംഗളം ദാസദാസനാം കൃഷ്ണ അടിയനെ സദാ കാത്തുകൊള്ളണേ കൃഷ്ണ സർവദാ വിഭോ ദാസദാസനാം കൃഷ്ണ അടിയനെ സദാ കാത്തുകൊള്ളണേ കൃഷ്ണ സർവദാ വിഭോ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. സർവ ഭക്തമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും സർവ നന്മകളും ഈശ്വരകൃപയും ആയുസ്സും ആരോഗ്യവും രോഗശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് മക്കളുടെ പേരുകൾ ഭഗവാനിൽ അർപ്പിക്കാം. ബിജു, പ്രസന്ന, ഗീതാ നായർ, ശ്രീല, ജയാനിൽ, ഗീതാ നായർ. സുഖമുണ്ട് മക്കളെ? നിർമ്മല രമേഷ്, നിർമ്മല പവിത്രം, തൊണ്ടവേദന കുറവുണ്ട്, ഇങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ട്, ഇപ്പോൾ തണുപ്പല്ലേ. സ്മിത, ജഗദമ്മ, രുക്മിണി മോഹൻ, സുരേഷ് ബാബു, എല്ലാ മക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. കമൻസ് ഇല്ലാത്ത ഒരുപാട് മക്കളുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ കൃപയേകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. ഓം ലോകാസമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവതം എന്താ വായിച്ച് നോക്കി മനസ്സിലാക്കി കുറച്ച് ചൊല്ലാം. ക്ഷീണമൊക്കെ ഉണ്ട് എനിക്ക്, മഴ തണുപ്പൊക്കെ ആയതുകൊണ്ടാവാം. അതും ആഹാരമൊന്നും ശരിയാവുന്നില്ല, തണുപ്പായപ്പോൾ ഒന്നും ചെയ്യാനൊന്നും വയ്യ. അയ്യോ ഭഗവാനെ, നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് അക്രൂരസ്തുതി ആയിരുന്നു വായിച്ചു തീർത്തത്. അതായത് ഭഗവാൻ മധുരയിൽ ചെന്ന് ഭഗവാന്റെ അടുക്കെ ഇദ്ദേഹം കൊണ്ടുപോയ അക്രൂരൻ ഭഗവാനെ ക്ഷണിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ വരുന്നത് അവിടെയും നല്ലതല്ല ഇവിടെയും നല്ലതല്ല. വന്ന കാര്യം കംസൻ്റെ അടുക്കലേക്കല്ലേ വന്നേക്കുന്നത്, അദ്ദേഹമല്ലേ പറഞ്ഞു വിട്ടത്. അതനുസരിച്ച് വരുമ്പോൾ അവിടുത്തെ കാര്യം എന്താ വെച്ചാൽ അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ എങ്ങോട്ടെങ്കിലും പോകാൻ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഉത്തമൻ നീ എന്നറിഞ്ഞിരിക്കുന്നു, മൽഭക്തിയാൽ മേലിലും ഉത്തമനാം ഭവാൻ. അത്രത്തോളം ഭഗവാനോടുള്ള സ്നേഹവും ഭക്തിയും, കഠിനമായ ഭക്തി. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിന്നെ ഞാൻ അറിഞ്ഞിരിക്കുന്നുവെന്ന്. നമ്മളെല്ലാം ഭഗവാൻ ഉള്ളം അറിയും, ഭഗവാൻ നന്നായി അറിയാം. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ ശുദ്ധ ഹൃദയമാണോ, ഭക്തി എത്രത്തോളം ഉണ്ട്, ഇതെല്ലാം അളന്ന് കുറിച്ച് ഈശ്വരൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഭക്തി പൂണ്ട അക്രൂരൻ ഇത്തരമൊക്കെ പറഞ്ഞെന്താ, ലോകനാഥ അഥവാ പാദം ഞാൻ വണങ്ങുന്നേ, എൻ്റെ ഗൃഹത്തിന് പോരണം, എൻ്റെ അവിടെ നമ്മുടെ ഭവനവും ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം എല്ലാം ശുദ്ധമാകും ഭഗവാൻ വന്നാൽ. അത്രത്തോളം അവർക്ക് ആഗ്രഹം കിടക്കുന്നു എന്ന് പറഞ്ഞു. ഭക്തി പൂണ്ട അക്രൂരൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഉത്തമ പുരുഷൻ, ഭഗവാൻ ഉത്തമ പുരുഷനാണ്. അത് പറഞ്ഞ ഉത്തമൻ നീ എന്ന് അറിഞ്ഞിരിക്കുന്നു. ഭഗവാനും പറയുന്നു ഭക്തനായ അക്രൂരനും ഉത്തമനാണെന്ന. ഭഗവാൻ ആരാ? ഉത്തമ പുരുഷനാണ്.
ആ ഭഗവാൻ പറയുന്നു, നീ ഉത്തമൻ എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. മൽ ഭക്തിയാൽ, മൽ എന്നോടുള്ള ഭക്തി കൊണ്ട് മേലിലും നീ ഉത്തമനാം. നീ ഭാവിയിലും നീ ഇതിനേക്കാൾ ഉത്തമനായി തന്നെ വരും. കംസന്റെ കാര്യാർത്ഥമായി വന്ന ഞാൻ ഇന്ന് കംസനെ കണ്ട അന്യമന്ദിരയെ ചെല്ലണം, അല്ലായെങ്കിൽ അങ്ങുമിങ്ങും നല്ലതല്ലത്. അപ്പോൾ നേരം ഉദയമാകുമ്പോഴത്തേക്ക് എവിടെയോ ഇപ്പുറത്ത് തങ്ങിയിട്ട് കംസന്റെ മന്ദിരത്തേക്ക് പോകണമല്ലോ. അതുകൊണ്ട് അവിടേക്ക് ചെന്നിട്ടേ മറ്റു കാര്യമുള്ളൂ. അത് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊന്നും നല്ലതല്ല. നല്ലനാ നിങ്ങളെ കാരുണ്യമുണ്ടല്ലോ, നിന്റെ സ്നേഹവും നിനക്ക് അത്രമാത്രം കൃപ എല്ലാം ഉണ്ടല്ലോ, ഭഗവാനുള്ള ചിന്തയും എപ്പോഴും ആ ഒരു സ്നേഹവും ഉള്ളത് കൊണ്ട് അത് മതി, അതുണ്ടല്ലോ. അതുകൊണ്ട് ദുഷ്ടനാം കംസനെ കൊന്ന് ഞാൻ നിന്നോട് ഇഷ്ടം വരുത്തുവാൻ വന്നിടുവൻ ഗൃഹേ. ഈ കംസന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തിട്ട് ഇഷ്ടം വരുത്തുവാൻ, നിനക്ക് എന്താണ് ഇഷ്ടം അവിടത്തേക്ക് ഞാൻ അപ്പോൾ വന്നിരിക്കും, നിങ്ങളുടെ ഗൃഹത്തിൽ ഞാൻ വന്നിരിക്കും. നമുക്കും ഭഗവാനോട് പറയണം, ഭഗവാനെ നമുക്കൊക്കെ ഓരോരോ ഇഷ്ടങ്ങളുണ്ട്, ഭഗവാൻ നമ്മുടെ ഗൃഹത്തിലും എപ്പോഴും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ വസിക്കണമേ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലും വേണമേ എന്ന് നമ്മൾ സ്ഥിരം എപ്പോഴും ഭഗവാനോട് എപ്പോഴും നാമധേയം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭഗവാൻ അങ്ങനെ ആവുമല്ലോ. അത് ഇവിടെ അക്രൂരൻ ഭക്തനായതുകൊണ്ടാണ് നമ്മളും അങ്ങനെ ആകണം. അങ്ങനെ ആയാൽ അവിടെ യാതൊരു തടസ്സവുമില്ല. ഭഗവാൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും ഭവനത്തിലും എപ്പോഴും കാണും. അതുകൊണ്ട് ദുഷ്ടനാം കംസനെ കൊന്ന് ഞാൻ നിന്നോട് ഇഷ്ടം വരുത്തുവാൻ വന്നിടുവൻ ഗൃഹേ, നിന്റെ ഭവനത്തിൽ ഞാൻ വന്നിരിക്കും. ഇത്തം അരുൾ ചെയ്ത് അത് കേട്ടൊരു അക്രൂരൻ ചിത്തമോദേന കൃഷ്ണൻ പദം വന്ദിച്ച്, അത് കേട്ടപ്പോൾ ഭഗവാന്റെ പാദം വന്ദിച്ച് ചെന്നുടൻ കംസനെ കണ്ട് വൃത്താന്തവും നന്ദിച്ച് കേൾപ്പിച്ചു. തൽഗൃഹം ബുക്ക് ചെയ്തു. വന്ന കാര്യം അത് ഭഗവാനും രാമനും ഒക്കെ നന്ദഗോപുരമൊക്കെ നേരത്തെ അങ്ങ് ചെന്നിരുന്നു. ഇതൊക്കെ അവർ വന്നു എന്നറിയിക്കാൻ വേണ്ടി കംസൻ്റെ അടുക്കലേക്ക് പോയി വൃത്താന്തങ്ങൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി, ഗൃഹത്തിലേക്ക് പോയി. അതാണ് നമ്മൾ വായിച്ച് നിർത്തിയത്. ഇനി മധുരാ പ്രവേശം. ഇനി ഭഗവാൻ നേരം അന്ന് അവിടെ തങ്ങിയിട്ട് നേരം ഉദയം ആകുമ്പം അവിടെ ചെല്ലാന്നല്ലേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത്. അതിനുശേഷമല്ലേ ഇപ്പോൾ അക്രൂരനെ യാത്ര അയച്ചത്. അപ്പോൾ അങ്ങനെ ഭഗവാൻ അവിടേക്ക് പ്രവേശനം അത് നമുക്ക് വായിക്കാം. ഇനി നമുക്ക് കണ്ട് വായിക്കണം. മധുരാപ്രവേശം ഞാൻ അല്പം കൂടെ പറഞ്ഞിട്ട് ഇതൊന്ന്, കാരണം ഇവിടെ 12 മിനിറ്റേ ആയുള്ളൂ. ഒരു 15 മിനിറ്റോളം ഇത് ഇങ്ങനെ കൃഷ്ണൻ്റെ പടം ഇങ്ങനെ ഇരിക്കണം. ഇല്ലെങ്കിൽ ഈ ഭാഗവതത്തിൻ്റെ വരി, കാരണം 10-40 മിനിറ്റോളം പോകുമ്പോൾ ഒരുപാട് നേരം നാരായണിയൊക്കെ നമ്മൾ ഇടുവാണെങ്കിൽ 10-12 മിനിറ്റൊക്കെ ഉള്ളു. അപ്പോൾ നമുക്ക് 5-6 മിനിറ്റൊക്കെ ഇങ്ങനെ ഇരുന്നാലും മതി. ഇത് സമയം എടുക്കുന്നതനുസരിച്ച് ഈ പടം തന്നെ നമുക്ക് യൂട്യൂബിൽ വരണം. എനിക്ക് അല്ലാതെ തംബ്ലൈൻ ഇടാൻ അറിയില്ല. ഞാൻ ഇത് തന്നെ ഇങ്ങനെ അതൊക്കെ ഞാൻ മനസ്സിലാക്കി പഠിച്ചിങ്ങനെ ആയതാ. എത്രമാത്രം നേരെ ഇങ്ങനെ ഇരുന്നാലാണ് യൂട്യൂബിലേക്ക് ഇതേ അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ വരികളായിപ്പോവും. അത് അവർക്ക് ഈ ഒരേ ഒരു ഭാഗവതത്തിൻ്റെ ഒരേ ഒരു ചിഹ്നം ഈ കൃഷ്ണൻ്റെ രൂപമാണ്, അതവിടെ വരണം. അതുകൊണ്ടൊരു 15 മിനിറ്റോളമൊക്കെ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ നാമം ചൊല്ലിയൊക്കെ ഇരിക്കുന്നത്. നാമം ചൊല്ലണമല്ലോ. അതുകൊണ്ട് നമുക്ക് അപ്പോൾ എന്താ മധുരയിലേക്ക് പ്രവേശിച്ചപ്പോൾ വന്നിതു സായാഹ്ന കാലം മുതൽ. സായാഹ്നം വെച്ചാൽ എന്താണ്? സന്ധ്യാസമയം. അപ്പോൾ നന്ദജന്മാർ വയസ്സരോടൊന്നിച്ച്, വയസ്സ് സമപ്രായക്കാരാണ് വയസ്യർ, അല്ല നമ്മൾ പറയുന്ന വയസ്സന്മാരല്ല. ഇപ്പോൾ ഭഗവാന്റെ തരക്കാരെ വയസ്സരെന്ന് പറയും. അങ്ങനെ വയസ്സരോടൊന്നിച്ച് ചിത്രമാകും മധുരാപുരി തന്നെ ചിത്രവിമോഹനം കാണുവാൻ പുറപ്പെട്ടാർ. അപ്പം രാവിലെ ഈ സായാഹ്നമായപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ സുഹൃത്തുക്കളായിട്ട് ഒന്നിച്ച് ചിത്രമാകും, അത്ര നല്ല ശോഭനമേറിയ മധുരാപുരിയാണ്, കണ്ടാൽ അത് ശോഭയാണ്, ആ ചിത്രവിമോഹനമാണ്, അത് കാണുവാനായിട്ട് പുറപ്പെട്ടു. പിറ്റേന്നല്ലേ കംസനെ കാണാൻ പോകേണ്ടതുള്ളൂ. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഇങ്ങനെയൊക്കെ അവിടെയൊക്കെ ഒന്ന് കറങ്ങാനായിട്ട് ഇറങ്ങി. ശോഭയേറിടുന്ന മധുരാപുരിയുടെ പ്രാഭം ഒട്ട് പറഞ്ഞത് മുന്നമേ. നല്ല പ്രാഭം, നല്ല ഭംഗിയാണ് മധുരാപുരി കാണാൻ. അത് മുന്നമേ ഇവിടെ പറഞ്ഞല്ലോ. വിസ്തരിച്ചങ്ങ് ചൊല്ലുവാൻ ഓർക്കിലോ വിസ്തരിക്കാവല്ല അനന്തനുമേതുമേ. ഈ മധുരാപുരിയുടെ ഭംഗി പറയാൻ അനന്തന് പോലും സാധ്യമല്ല. അത് അനന്തനാരാ? ബലരാമൻ, അത് ശേഷൻ. ബലരാമൻ ആരാണ്? അനന്തനാണ്. ഭഗവാൻ അനന്തൻ്റെ, അത് പാമ്പല്ലയോ അനന്തൻ? അനന്തൻ്റെ അവതാരമാണ് ബലരാമൻ. അനന്തൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശയിക്കുന്ന മെത്തായിട്ട് കിടക്കുന്ന പാമ്പായിട്ട്, ആ പാമ്പാണ്. അതിന് അനന്തൻ എന്ന പേര്. വേറൊരു സാധാരണ പാമ്പല്ലല്ലോ. ഇതൊരു അനന്തൻ എന്ന അത്ര ഭഗവാന്റെ അത്ര ബലരാമനും കൃഷ്ണനും എങ്ങനെയാണ്? അതേപോലെ തന്നെയാണ്. അപ്പോൾ അനന്തന് പോലും വർണ്ണിക്കാൻ പറ്റത്തില്ല ഈ മധുരയുടെ ഭംഗി.
ഇങ്ങനെയുള്ള മധുരതൻ മോഹനം മംഗലന്മാർ നോക്കി നോക്കി നടക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നോക്കി നോക്കി കണ്ട് ആസ്വദിക്കുക. കാരണം അവരാദ്യമായിട്ടാണല്ലോ ഇവരെ കാണാൻ. അവിടെയുള്ള ജനങ്ങളോ കുറച്ച് ദിവസം ഉണ്ടെങ്കിൽ തിരക്കിയിരിക്കുക. കൃഷ്ണനൊക്കെ വരും 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 കാണാനായിട്ടിങ്ങനെ അവിടെ ഉള്ള നാരികൾ അത് കാമിച്ചിരിക്കുക, അത്ര ആഗ്രഹിച്ചൊക്കെ ഇരിക്കുവാണ്. അങ്ങനെ മംഗലന്മാർ നോക്കി നോക്കി നടക്കുമ്പോൾ രാമനും കൃഷ്ണനും ഇങ്ങ് വന്നാരെന്ന് കാമിനിമാർ കേട്ടു. അവിടെയുള്ള ഭഗവാന് മാത്രം ആഗ്രഹിച്ചിരിക്കുന്ന കാമിനിയുണ്ട്. അതിൽ അന്ന് ഭഗവാൻ മതിലിലേക്ക് വരുന്നത് കേട്ടപ്പോഴേ അവിടെയുള്ള ഗോപസ്ത്രീകൾ എന്താ പറയുക, അവിടെ ചെല്ലുമ്പോൾ കാമിനിമാരുടെ ഭംഗിയും അഴകും, അതായത് അവരുടെ ആഡംബരങ്ങളെല്ലാം കാണുമ്പം ഭഗവാൻ മയങ്ങും എന്നൊക്കെ അന്ന് ഗോപസ്ത്രീകൾ സങ്കടം പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഈ കാമിനിമാർ ഭഗവാനെ കാത്തുകാത്തിരിക്കുക, അത്രമാത്രം കേട്ടിരിക്കുക. കൃഷ്ണൻ ഇങ്ങനെ വൃന്ദാവനത്തിലുണ്ടെന്നും അത് സുന്ദരനാണ് കാണാൻ, അത്ര കേമനാണെന്നൊക്കെ കേൾവിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. എപ്പോൾ വന്നാലും കാണാനായിട്ട് കൊതിച്ചിരിക്കുന്ന കാമിനിമാരത് കേട്ടപ്പോൾ ഹർമ്മ്യങ്ങൾ ഏറി നിന്ന് ആമോദ വിഭ്രമത്തോട്, ഈ ഹർമ്മ്യങ്ങൾ അവിടെയെല്ലാം ഭവനത്തിൻ്റെ മുകളിലൊക്കെ കയറി കൃഷ്ണനെ കാണാനായിട്ട് ഹർമ്മ്യങ്ങൾ ഏറി നിന്ന് ആമോദ വിഭ്രമത്തോട് ഹർമ്മ്യങ്ങൾ തൻ കോമളദ്വാരേണ, ഭംഗിയുള്ള കതകിൻ്റെ ദ്വാരങ്ങളിൽ കൂടി വാതിൽ കൂടി ഇങ്ങനെ നോക്കി നാരിഞ്ഞ് നിൽക്കുക. എല്ലാവരുടെയും വീട്ടിൻ്റെ ദ്വാരം വെച്ചാൽ വാതിൽക്കൽ ഭഗവാൻ വരുന്നത് വഴിയേ ഇങ്ങനെ ഭഗവാൻ കണ്ട് പോകുമ്പോൾ ഭഗവാനെ കാണാൻ ജനങ്ങൾ അവിടുത്തെ നാരിമാരെല്ലാം വാതിൽക്കൽ വന്ന്, ദ്വാരം എന്ന് വെച്ചാൽ അവരവരുടെ വീട്ടിൻ്റെ വാതിലുകൾ അങ്ങനെ നോക്കി നിൽക്കുന്നു. ചിത്രരൂപം പോലെ നിന്നു ചിലരപ്പോൾ. ചിത്രരൂപം പോലെ വെച്ചാൽ പടം നിൽക്കുന്നത് പോലെ അനക്കമില്ല, നിശ്ചലമായി നിൽക്കുന്നു. കാരണം അവർ ഭഗവാനെ കണ്ടപ്പോൾ അവർക്ക് പിന്നെ ശ്വാസോച്ഛ്വാസം ഉണ്ടെന്ന് പോലും തോന്നാതെ ഒരു പടം വരച്ച് നിർത്തിയാൽ എങ്ങനെ നിൽക്കുക, ചലനമില്ലാതെ അങ്ങനെ നിന്ന് ചിലർ. ഇനി നമുക്ക് കണ്ടു വായിക്കാം. ആദ്യമേ തന്നെ വായിക്കാം. ഇത് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സംഭവം ഇതാണ്. എനിക്ക് ഈ തംലൈൻ എന്ന് പറയുന്ന സംഗതിയുണ്ട്. എല്ലാവർക്കും അത് പ്രത്യേകം ഇടാനൊക്കെ അറിയാം. എനിക്ക് ആരാ ഇട്ട്, എനിക്കിതൊന്നും അറിയില്ലല്ലോ. അവർ യൂട്യൂബുകാർ ഇതിനകത്ത് എന്തൊക്കെ ഓരോന്ന് പറഞ്ഞാൽ പോലും അത് ഞാനിങ്ങനെ വായും പൊളിച്ചിരിക്കാനേ പറ്റൂ. ഒന്നും എനിക്ക് ഒന്നാമത് ഇംഗ്ലീഷില്ലാത്തതാണ് ഇതൊക്കെ എഴുതി വരുന്നത്. ഒന്നും എനിക്ക് അറിയത്തില്ല. എനിക്കിങ്ങനെ ഇതേ ഉള്ള നോട്ടം, ഭാഗവതം എടുക്കുക, ഭക്തമക്കൾ കേൾക്കുക. പക്ഷേ അവർക്ക് അതൊന്നും പോരല്ലോ. അവർക്ക് അറിയാമോ നമ്മുടെ അവസ്ഥ? അവർ ധരിക്കുന്നത് എന്തോ ഇതൊക്കെ എന്തോ എനിക്ക് അത് അറിയുന്നത്. അവരുടെ വിചാരം ഈ ലോകത്തുള്ള എല്ലാവരും ഇടുന്ന പോലെ ഞാനും ഇടുന്നതെന്നാണ്. എനിക്കങ്ങനെ വെച്ചല്ല. ഞാനിതെൻ്റെ ഭക്ത മക്കൾക്ക് വേണ്ടി ഈ ഭാഗവതം അല്പം ഇടണം എന്നുള്ള ചിന്തകൾ ഇത്രയും നീണ്ടു പോകുന്നതിലും എനിക്കറിയില്ല. എന്തെങ്കിലും അല്പം ഇടണം, മതിയാക്കണം, അത്രയേ ഉള്ളൂ. എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വാക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം, അത്രയേ ചിന്തിച്ചുള്ളൂ. പക്ഷേ ഇത്രയും 2-2.5 വർഷത്തോളം, ഇത് 3 വർഷത്തോളം ആവാൻ പോകുന്നു. ഇത്രയും നീണ്ടു പോകുന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നിർത്താനൊരുങ്ങിയപ്പം ചില മക്കൾ പറയാം, അമ്മയെ ഈ 2 വരിയെങ്കിലും ഇടണേ എന്ന് പറഞ്ഞതനുസരിച്ചാണ്. പ്രസന്നയാണ് അതിൻ്റെ ഒന്നാമത്തെ. കാരണം അതിന് ആ കുട്ടിക്ക് സുഖമില്ലാതെ ഇപ്പം അത് ഇതെന്തോ ഈ കമൻസ് ഇടാനൊക്കെ പഠിച്ച് ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടും. മറ്റേത് അറിയില്ലായിരുന്നു, എന്നെ വിളിക്കത്തേ ഉള്ളായിരുന്നു. അങ്ങനെ ഈ നാരിമാരെല്ലാം കാമനിമാരെല്ലാം ഭഗവാനെ കണ്ടിങ്ങനെ നിൽക്കും. നമുക്കിനി കണ്ടു വായിക്കാം. അങ്ങനെ അക്രൂരൻ കംസനെ കണ്ട് വൃത്താന്തങ്ങളെല്ലാം അറിയിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലേക്ക് പോയി. മധുര പ്രവേശം. വന്നിതു സായാഹ്നകാലം അതു നേരം, നന്ദാത്മജന്മാർ വയസ്സരോടൊന്നിച്ചു ചിത്രമാകും മധുരാപുരി തന്നെ ചിത്രവിമോഹനം കാണാൻ പുറപ്പെട്ടാർ. അവർ ചുറ്റിക്കറങ്ങളൊക്കെ കാണാനായിട്ട് കുട്ടികൾ പോയി. ശോഭയേറിയിടും മധുരാപുരിയുടെ പ്രാഭവമൊട്ട് പറഞ്ഞതു മുന്നമേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചപ്പോൾ മധുരയുടെ സൗന്ദര്യത്തെപ്പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു. മുന്നമേ വിസ്തരിച്ചങ്ങത് ചൊല്ലുവാൻ ഓർക്കിലോ വിസ്തരിക്കാവല്ല അനന്തനുമേതുമേ. ഇത് വിസ്തരിച്ചങ്ങത് ചൊല്ലുവാൻ ഇത് ഓർത്താൽ അത്രത്തോളം ഭംഗിയാണ് മധുര. അത് പറയാൻ പറ്റുകയില്ല. ഓർത്താൽ വിസ്തരിക്കാനാവതല്ല, ആർക്കാ അനന്തന് പോലും കഴിയില്ല. ഇങ്ങനെയുള്ള മധുരതൻ മോഹനം മംഗലന്മാർ നോക്കി നോക്കി നടക്കുമ്പോൾ, ഈ ഭംഗിയേറിയ മോഹനകരമായിരുന്ന ആ മധുരാപുരി ഭഗവാൻ കൃഷ്ണനും രാമനും ഒക്കെ നോക്കി നോക്കി നടക്കുമ്പോൾ, രാമനും കൃഷ്ണനും ഇങ്ങു വന്നാരെന്ന് കാമിനിമാർ കേട്ടു. ഹർമ്മ്യങ്ങൾ ഏറി നിന്ന് ആമോദ വിഭ്രമത്തോടു ഹർമ്മ്യങ്ങൾ തൻ കോമളദ്വാരേണ നോക്കി നാരീജനം. നാരീജനം വെച്ചാൽ അവിടുത്തെ സ്ത്രീകൾ
വിഭ്രമത്തോട് സന്തോഷത്തോട് ആമോദ വിഭ്രമ സന്തോഷകരമായ വിഭ്രമമെല്ലാം വന്ന് അങ്ങനെ ഹർമ്മ്യങ്ങളിൽ തന്നെ കോമളദ്വാരാണ്. നല്ല നല്ല ഭവനങ്ങളാണ് അവിടെ. മധുര അത്ര കോമളമാകുമ്പോൾ എല്ലാവരുടെയും ഭവനങ്ങളും അത്ര ഭംഗിയാണ്. കോമളദ്വാരം വെച്ചാൽ നല്ല വാതിലുകളെല്ലാം നല്ല ചിത്രപ്പണികളുണ്ടെല്ലാം കണ്ടാ ശോഭയുള്ള അത് ദ്വാരമാണ്. വെച്ചാൽ വാതിലുകൾ അത് അവിടെ നിന്ന് ഇവർ നോക്കുക. ഭഗവാൻ ഇങ്ങനെ വന്നതെന്ന് കേട്ട് ഇങ്ങനെയുള്ള മധുരൻ മോഹനൊക്കെ കണ്ട് നടന്നപ്പോൾ രാമനും കൃഷ്ണനും ഇങ്ങനെ വന്നാരെന്ന് ഇവരൊക്കെ അങ്ങ് അറിഞ്ഞ് കൃഷ്ണനും രാമനും വന്നിട്ടുണ്ട്. കാത്തുകാത്തിരുന്നല്ലേ ഈ സ്ത്രീകളൊക്കെ. കാരണം നേരത്തെ അവർ അറിയുന്നു ഇങ്ങനെ അവിടേക്ക് പിന്നെ കൊണ്ടുവരാൻ അക്രൂരൻ പോയിട്ടുണ്ട്. വരും കാത്തിങ്ങനെ എല്ലാവരും നോക്കിയിരിക്കുക. അതും ഭഗവാന്റെ ഓരോ സൗന്ദര്യത്തെ പറ്റിയൊക്കെ അവർ നേരത്തെ തന്നെ മനസ്സിലാക്കി വെച്ചേക്കുക. കാണുവാനായിട്ട് ഇങ്ങനെ കൊതിച്ചിരിക്കുന്നു. അപ്പോഴാണ് കൃഷ്ണൻ വന്നെന്ന് കേട്ടപ്പോൾ വന്നാരെന്ന് കാമിനിമാർ കേട്ടു. എന്നുവെച്ചാൽ ഭഗവാനെ തന്നെ ആരാധിച്ചും ആഗ്രഹിച്ചിരിക്കുന്ന കാമിനി അങ്ങനെ കേട്ടിട്ട് ഹർമ്മ്യങ്ങളേറി നിന്ന്, ഹർമ്മിച്ച വീട്, സാധാരണ വീടെന്ന് പറയത്തില്ല, ഭവനമെന്നോ ഹർമ്മ്യമെന്നോ മാളികയെന്നോ ഒക്കെ പറയും. അവിടെയൊക്കെ അത്രത്തോളം നല്ല നല്ല വീടുകളല്ലേ. നമ്മളിവിടെയൊക്കെ കൊച്ചു പല രീതിയിലാണല്ലോ. അതുകൊണ്ട് സാധാരണ കെട്ടിടങ്ങളൊക്കെ നമ്മൾ പറയും വീടെന്നൊക്കെ പറയുന്ന ഇവിടെ അങ്ങനല്ല, ഹർമ്മ്യങ്ങളെന്നൊക്കെ പറയാം. കാമിനിമാർ കേട്ടു ഹർമ്മ്യങ്ങളേറി നിന്ന ആമോദ വിഭ്രമത്തോട് ഹർമ്മ്യങ്ങൾ തൻ കോമളദ്വാരേണ നോക്കി നാരീജനം. ചിത്രരൂപം പോലെ നിന്നു ചിലരപ്പോൾ വിഭ്രമത്തോടാഭരണമെന്നേ ചിലർ. കാലിൽ വള കരേ നല്ല തളകൾ. ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വരുന്ന കേൾക്കുമ്പോൾ നാരികൾ കാത്തിരിക്കല്ലോ. അതും ബലരാമനും സുന്ദരനാണ്, ഭഗവാൻ കൃഷ്ണനും സുന്ദരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ വരുമെന്ന് കേൾക്കുമ്പോൾ നമ്മളെല്ലാം ഉത്സവം കൊണ്ടാടുന്ന പോലെയല്ലേ. അപ്പോൾ നമ്മൾ എന്താ നല്ല വസ്ത്രങ്ങളും നല്ല ആഭരണങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങും. അത് ലോക സ്വഭാവമാണ്. നിന്ന വേഷത്തിലല്ല. അവിടെ പ്രത്യേകതയായിട്ടൊരു അതുമല്ല, ധനുർയാഗത്തിൻ്റെ ഒരു ആഘോഷം കൂടെയാണ്, ഉത്സവമാണ്. അപ്പോൾ എല്ലാവരും നന്നായി ഒരുങ്ങും. പക്ഷേ ഭഗവാനെ കണ്ടപ്പോൾ മതി മറന്നവരെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് കണ്ട് ഈ കോമള ദ്വാരത്തിൽ കൂടി നോക്കിയപ്പോൾ ഭഗവാനെ കണ്ടത് ഒരു ചിത്രരൂപം പോലെ അവർ ഒരു നിശ്ചലമായി പോയി. അവരുടെ കണ്ടപ്പോൾ അത്ര സുന്ദരനല്ലേ ഭഗവാനെ കാണാൻ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? വിഭ്രമത്തോട് ആഭരണമൊക്കെ എടുത്തിട്ട് ഇല്ലാതെ, ഇനി ആഭരണം ഇല്ലാതെ ചിലരോ കാലിൽ വള കരേ നല്ല തളകൾ. ഈ ഗോപികൾ എങ്ങനെയായിരുന്നു? ഭഗവാന്റെ ഓടക്കുള്ളിൽ കേട്ടപ്പോൾ അടുപ്പത്തിരുന്ന പാലും കളഞ്ഞ്, കുട്ടികളെയും കളഞ്ഞ്, ഭർത്താവിനെന്താ ശുശ്രൂഷ ചെയ്ത് അതും കളഞ്ഞ്, താലിയെടുത്ത് അരയിലിരിക്കുന്ന അരിഞ്ഞാടുത്ത് കഴുത്തേലിട്ട്, ഇങ്ങനെയെല്ലാം തിരിഞ്ഞും പിരിഞ്ഞും പോകും. കാരണം എന്താ? അത് സത്യമായൊരു കാര്യമാണ്. നമ്മളെല്ലാം മതിമറന്ന് പോകും. നമുക്ക് ഇഷ്ടമുള്ള അത്രയ്ക്ക് ഉള്ള ആൾക്കാർ വരുമ്പം നമ്മൾ എന്തെങ്കിലും എടുത്ത് കൊടുക്കാൻ പോലും ഇരിപ്പുണ്ടെങ്കിൽ അതും മറന്നു പോകുന്നു, സാധാരണക്കാരെ നമ്മൾ പോലും. അപ്പോൾ ഭഗവാനെ കാണുമ്പോൾ എന്താണ്? അത് സത്യമായ കാര്യമല്ലേ? വെറുതെ അങ്ങനെ ആണോ ഇത്? അവരെന്ത് ചെയ്ത്? ഈ സ്ത്രീകൾ വിഭ്രമത്തോട് എന്താ വേണ്ട? ഭഗവാനെ കാണുന്ന ഒരു വിഭ്രമം വന്നപ്പോൾ ആഭരണങ്ങളില്ലാതെ എടുത്തിടാൻ മറന്നും പോകുന്നു. ഭഗവാനെ കാണാനുള്ള വെപ്രാളം. ചിലരോ കാലിൽ വളയും, കയ്യിലെ വള കാലിലും, കയ്യിൽ നല്ല തളകളും, കാലിൻ്റെ തള കയ്യിലും, താലി അരയിലും, ചേല കഴുത്തിലും, കുണ്ടലം മൂർധനി, കർണത്തിൽ മാലകൾ, കണ്ണതിൽ കുങ്കുമം, അഞ്ജനം കൊങ്കയിൽ. മജ്ജനം അല്ല, അഞ്ജനം, എന്തോ ഈ കൺമഷിയല്ലേ അത്. അംഗങ്ങളിൽ മാറി ഓരോന്ന് അണിഞ്ഞിട്ട് എല്ലാം തിരിച്ചും പിരിച്ചാട്ടേക്കുന്നത്. അംഗങ്ങൾ മാറി ഇട്ടേക്കുന്നത്. അങ്ങനെ ഇട്ടിട്ട് മംഗലഗീതമായി വന്നു കാച്ചിൽ. ചിലർ നല്ല മംഗലഗീതങ്ങളൊക്കെ ആയിട്ട് വന്നു. ചിലരോ കാച്ചിൽ കയ്യിൽ കവളം ധരിച്ചും, ചിലർ ഭ്രമാൽ കയ്യിൽ പാത്രം കാരണം എടുത്തുകൊണ്ടിരിക്കുന്ന പാത്രം എന്തെങ്കിലും വീട്ടുജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഭഗവാനെ കണ്ടത്. അവരത് എടുത്ത് വെക്കാതെ കൈ ഇരുന്ന അതേപോലെ കൊണ്ടിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്ന് ഭഗവാനെ കാണാൻ വരും. അതുകൊണ്ട് ചിലരുടെ കയ്യിൽ കവളം ധരിച്ചും, ചിലർ ഭ്രമാൽ കയ്യിൽ പാത്രം ധരിച്ചും, ചിലർ തങ്ങൾ മെയ്യതിൽ കാലോരോന്ന് അണിഞ്ഞിട്ടും, എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങളും തിരിച്ചും പിരിച്ചൊക്കെ ഞിട്ടിട്ട്, കയ്യതിൽ വസ്ത്രാഭരണമായും ചിലർ വസ്ത്രം എടുത്ത് ആഭരണമായൊക്കെ ഇട്ടും, കേശം അഴിച്ചിട്ട് ഒട്ട് കെട്ടി ചിലർ കെട്ടിവെക്കും. കേശം മുടി ചിലർ അഴിച്ചിട്ട് നിൽക്കും, കെട്ടാൻ മറന്നു പോകും. ചിലർ കെട്ടിവെച്ചിട്ട് പല്ല് തേച്ചും ചിലർ ആ സമയത്ത് രാവിലെ ആണല്ലോ,
ഭഗവാൻ ചെല്ലുന്നത്? ഇല്ല, ഇതിപ്പോൾ സന്ധ്യാസമയത്താണെന്ന് തോന്നുന്നല്ലേ യാത്ര. സായാഹ്നം എന്നാണല്ലേ പറഞ്ഞേക്കുന്നത്. എന്തുവായാലും ചിലർ കുളിക്കാൻ നേരത്തും വൈകിട്ട് ഈ പുരുഷന്മാരൊരു പല്ല് തേപ്പുണ്ടല്ലോ. അതുകൊണ്ട് ചിലർ അതുമല്ല, ഭഗവാനെ കാണുമ്പോഴെല്ലാം അന്ന് തന്നെ ആവണമെന്നില്ല, പിറ്റേന്നാലും കാണുമ്പോഴെല്ലാം ഭഗവാനെ കാണുമ്പോൾ എല്ലാം മതിമറന്ന് പോകുന്നു. അതാണ് ഇത്. ഇന്ന സമയമൊന്നും വേണ്ട, ഏത് സമയത്തും പിറ്റേന്നും ഒക്കെ ഭഗവാനെ കാണുന്നുണ്ടല്ലോ. അപ്പോഴെല്ലാം ഇവരുടെ രീതി അതെല്ലാം മതിമറന്ന്. കാരണം ഭഗവാനെ കണ്ടാൽ അങ്ങനെയാണ്. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കിയാൽ എല്ലാവരും ആകർഷണം അങ്ങോട്ട് പോകും, പിന്നെ സർവ്വതും മതിമറന്ന് പോകുന്നു. അതുകൊണ്ട് എന്താ പറഞ്ഞ, കേശം അഴിച്ചിട്ടു ഒട്ടു ചിലർ, കെട്ടിച്ചിലർ ആശയ പല്ല് തേച്ചും ചിലരങ്ങനെ ചന്ദന ഗന്ധാദ്യ അലങ്കാരമായി കാച്ചിൽ. കാച്ചിൽ എന്ന് ചിലര് ചന്ദനം ഗന്ധാദ്യ അലങ്കാരമായി കൊണ്ടും, ചന്ദനമൊക്കെ ഇട്ടും നല്ല മണങ്ങൾ. മന്ദമെന്നേ ചില അഭ്യംഗമായി ചിലർ, എന്തായത് എണ്ണ തേച്ച് കുളിക്കാൻ എണ്ണ തേക്കും, അതുകൊണ്ട് അഭ്യംഗമായി ചിലർ. മുങ്ങി ഓലോലയും ഇട്ടു തോർത്തിച്ച് ചിലരിങ്ങനെ മുങ്ങി കുളിച്ചിട്ട് ആയിരുന്നു തോന്നുന്നതിൻ്റെ അർത്ഥം എനിക്ക് അറിയെങ്കിലും, മുങ്ങി ഓലോല വെച്ചാൽ നദിയിലൊക്കെ മുങ്ങി കുളിക്കുന്നത് പോലെ കുളിച്ച് തോർത്താതെയൊക്കെ ഭഗവാനെ കണ്ടപ്പോൾ ഓടി ഇങ്ങി വരും, കുളിച്ചോണ്ട് നിൽക്കും. അന്നിങ്ങനെ കുളിമുറിയിലൊന്നും അല്ലല്ലോ കുളിക്കുന്നത്. ഭഗവാൻ വരുന്ന കാണുമ്പോൾ ആ കുളിച്ച നിപ്പോട് തന്നെ അവിടെ നിന്ന് വന്ന് ഓടി വന്ന് കാണാൻ നിൽക്കും. അങ്ങനെയും ചിലർ തോർത്തിയിട്ടും വരും. അതാണ് ചിലർ മുങ്ങി അതേപോലെ വെള്ളത്തിൽ തന്നെ മുങ്ങി ഓലോലയും ഒട്ട് തോർത്തി ചിലർ അങ്ങനെ ചെല്ലുന്നത്. ഓരോ വിധം അതും ഓരോ രീതിയിലാണ്. ആളുകൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇട്ട് അത് മതി പറഞ്ഞിട്ട് ഭഗവാനെ കാണാനായിട്ട് നിൽക്കും. അത്രയേ ഉള്ളൂ. ഓരോരുത്തർക്കും ഓരോ ജോലികളല്ലേ, ആ ജോലി ചെയ്തത് തീർക്കാനൊക്കത്തില്ല. ഭഗവാനെ കണ്ടാൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഭഗവാനെ കാണാൻ കൊതിച്ചിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ നമുക്ക് കണ്ടല്ലേ പറ്റൂ. അതുകൊണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതും കൊണ്ടാണ് കാണാൻ വരുന്നത്. മംഗലഗാത്രിമാരോരോ വിധമായി നന്ദാത്മജന്മാരെ വന്നു കണ്ടിടിനാർ. മംഗലഗാത്രിമാരങ്ങനെ ഓരോരോ വിധത്തിൽ ഭഗവാന്മാരെ, അതായത് നന്ദാത്മജൻ എന്ന് വെച്ചാൽ കൃഷ്ണനെയും രാമനെയും ഇങ്ങനെ വന്ന് കണ്ടിടിനാർ. രാമകൃഷ്ണന്മാരെ കണ്ടൊരു നാരിമാർ ആമയം പോയി മോദവാരിതോ മഗ്നരായി. അവർ ഭഗവാനെയും രാമനെയും കണ്ടപ്പോൾ ഈ സ്ത്രീകൾ ആമയൊക്കെ പോയി, അവരുടെയൊക്കെ സന്തോഷമായി, അവരുടെ വിഷമങ്ങളൊക്കെ മാറി. മോദവാരിധോ, ആനന്ദത്താൽ അവർ, വാരിധോ എന്ന് വെച്ചാൽ എന്താണ്, സമുദ്രം പോലെ എന്ന് വെച്ചാൽ അത്രത്തോളം സന്തോഷം എന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ സമുദ്രം എന്ന് ഉപമിക്കുന്ന മൊത്തം എന്താ, ആനന്ദ സമുദ്രം, ആനന്ദമായി. അത്രത്തോളം ആനന്ദത്തിനെയാണ്, അതിന് കണക്കില്ല. നമുക്ക് അത്രത്തോളം ആനന്ദം വെച്ചാൽ അതിനൊരു അളവില്ലാത്ത ആനന്ദം. അതിനാണ് ഈ സമുദ്രം എന്ന് പറയാം, അംബുധവും എന്നൊക്കെ പറയുന്നത്. അത് സംസാര സാഗരം എന്ന് പറഞ്ഞാൽ അതുപോലെയാണ്. ഈ ദുരിതം അത്രത്തോളം ഉണ്ട്, അതിനാണ് സംസാര സാഗരം എന്ന് പറയുന്നത്. സാഗരത്തിനെ ഉപമിക്കുന്നത് എന്തിനാ വെച്ചാൽ അത്രത്തോളം ഉണ്ട് എന്നാണ്. അതുകൊണ്ട് ഇവിടെ മോദവാരിധു, സന്തോഷം കൊണ്ടവർ മഗ്നരായി. കൃഷ്ണൻ്റെ സൗന്ദര്യം ഓരോന്ന് കേട്ടവർ കൃഷ്ണനെ തൃഷ്ണയാ ചിന്തിച്ച് വാഴുമ്പോൾ. ഭഗവാന്റെ സൗന്ദര്യം ഇങ്ങനെ കേട്ടിരിക്കുക, എപ്പോഴും ഭഗവാന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചിരിക്കുന്നത്. എന്നാൽ ഒന്ന് കണ്ടു കിട്ടാൻ പറ്റുന്നത്. പക്ഷേ അക്രൂരൻ ഇങ്ങനെ കേട്ടിരുന്നിട്ട് അക്രൂരന് സമയമായപ്പം കംസൻ അങ്ങോട്ട് വിട്ടപ്പം അക്രൂരൻ കണ്ടു. പക്ഷേ ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഇതുപോലെ ഭഗവാൻ വരുന്നത്. അപ്പോൾ കൃഷ്ണനെ തൃഷ്ണയാ ചിന്തിച്ച് വാഴുമ്പോൾ, അത്രത്തോളം ആഗ്രഹത്തോടെ ഇങ്ങനെ ചിന്തിച്ച് വാഴുമ്പോൾ ഏറ്റവും എതിർച്ചയാ കൃഷ്ണനെ കണ്ടപ്പോൾ അങ്ങനെ കാത്ത് ആഗ്രഹിച്ചിരുന്നപ്പോൾ ഭഗവാനെ കണ്ടു. അപ്പോൾ ഏറ്റവും കൊണ്ടു ശ്രവിച്ചതിലും ഗുണം. എത്രത്തോളം അവർ ശ്രവിച്ചത്, ഭഗവാൻ എത്ര മാത്രം സുന്ദരനാണെന്നും എന്തെല്ലാം രീതിയിലാണ് അവർ മനസ്സിലാക്കിയത്, അതിനേക്കാൾ ഏറ്റവുമാണ് ഇവിടെ കേട്ടതിനേക്കാൾ ഏറ്റവും ഗുണമുണ്ട്. അവർ കേൾവി എന്തായിരുന്നു, ഭഗവാൻ അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ അവർ കേട്ടിരുന്നു. പക്ഷെ കണ്ടപ്പോൾ ഏറ്റവും ഉണ്ട് ശ്രവിച്ചതിലും ഗുണം. ശ്രവിച്ച കേട്ടിരുന്നതിനേക്കാളും ഭയങ്കര അത്രമാത്രം കൂടുതലാണ് കണ്ടപ്പോൾ. അപ്പോൾ അവർ ഉദ്ദേശിച്ചിരുന്ന് അങ്ങനെ കാണാനായിട്ട് ഇരുന്ന ഒരു രൂപമുണ്ട്. എത്രത്തോളം ഉണ്ട് അത്രത്തോളം അല്ല കണ്ടപ്പോൾ അവർ ചിന്തിച്ചതിലും അധികമാണ്. അതൊക്കെ മേലെ സൗന്ദര്യവും എല്ലാം ഉണ്ട്. ഇങ്ങനെ കണ്ടവർ കണ്ണുകൾ കൊണ്ടുടൻ മംഗലകൃഷ്ണനെ പാനവും ചെയ്തതാ. എന്താ ഈ പാനം ചെയ്തത്? ഭഗവാൻ ഇങ്ങനെ കണ്ണുകൾ കൊണ്ട് കണ്ട് സന്തോഷിച്ച് എത്ര നാൾ കേട്ടിരുന്നതിനേക്കാളും സുന്ദരനാണ്, അത് ഗുണം അത്രയ്ക്ക് ഏറെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ അവരെന്ത് ചെയ്ത് കണ്ണുകൾ കൊണ്ട് ഭഗവാൻ കൃഷ്ണനെ പാനവും ചെയ്തു. എന്താ പാനം? അവിടെ ഹൃദയം നിറഞ്ഞു.
ആനന്ദം കൊണ്ട് അവർ ഹൃദയം. അതാണ് നമ്മൾ ഭക്തിയായിട്ട് ഭഗവാനെ എന്തെങ്കിലും നാമങ്ങൾ ചെല്ലുമ്പോൾ ഭഗവാനെ തന്നെ ചിന്തിച്ച് ആ ഭഗവാനെ തന്നെ ഓർത്ത് അത് മനക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കും. അപ്പം ഞാൻ തന്നെ ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് അതിൽ ഇഴിഞ്ഞിറങ്ങാൻ പറ്റത്തില്ല. ഞാനത് വഴി തെറ്റാതൊക്കെ ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ പോകും. അതേസമയം അത് കേട്ടിരിക്കുന്നവർ കണ്ണുമടച്ച് ധ്യാനിച്ചിരുന്ന് ഭഗവാനെ തന്നെ ശ്രദ്ധിച്ചിരുന്ന് ആനന്ദിക്കാം. ഇവിടെ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ അവരുടെ ഹൃദയം നിറഞ്ഞു, ആനന്ദം ഉണ്ടായി. അപ്പോൾ മംഗലകൃഷ്ണനെ പാനവും ചെയ്തതാ. അപ്പോൾ നമ്മൾ ഈ ഭാഗവതം തന്നെ നമ്മൾ വായിക്കുമ്പോൾ പരമജ്ഞാന അമൃതം പാനം ചെയ്ത് അലസാതെ. എന്താ അലസാതെ? ഈ നാമങ്ങളും ഈ ഭാഗവത വചനങ്ങളും കേൾക്കുമ്പോൾ അലസത മാറി ആനന്ദം ഉണ്ടാകും. പരമജ്ഞാനമാണ്, അത് അമൃതമാണ്. അപ്പോൾ നമ്മളെ വിഷമങ്ങളും വേദനകളും അസുഖങ്ങളും എല്ലാം മാറി സന്തോഷമായിട്ടിരിക്കുന്ന അതാണ് ആ അമൃത് പാനം ചെയ്യുക. അതുപോലെ ഭഗവാനെ കണ്ടപ്പോൾ ഈ ഭാഗവതം വായിക്കുന്നത് പോലെ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഭഗവാൻ തന്നെ ചിന്തിച്ച് നമുക്ക് പാനം ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഭഗവാനെ കണ്ടപ്പോൾ അവർ പാനം ചെയ്ത് അവരുടെ ഹൃദയം നിറഞ്ഞു, ആനന്ദം കൊണ്ട് അവർ നിർവൃതിയായി. അപ്പോൾ മംഗലകൃഷ്ണനെ പാനവും ചെയ്തത് ധ്യാനമാം ആശ്ലേഷണാദി സൗഖ്യങ്ങളാൽ ആനന്ദ സിന്ധുവിൽ വീണു മുഴുകിന നാരീജനം രാമകൃഷ്ണന്മാർ മൂർധനി വാരിച്ചൊരിഞ്ഞതു പുഷ്പമാല്യങ്ങളും. അവർ ഭഗവാനെ കണ്ട് പാനം ചെയ്തിട്ട് ധ്യാനിച്ചും ആശ്ലേഷണാദി സൗഖ്യങ്ങളാൽ ആനന്ദ സിന്ധുവിൽ. സിന്ധു ഇതുപോലെ സമുദ്രമാണ്. എന്തിനാ സമുദ്രം എന്നൂടെ പറയുന്നത്? ആനന്ദ സമുദ്രം. ആനന്ദത്തിന് അതിരില്ല. അതിന് ബെല്ലും ബ്രേക്കും വരാത്തൊരു ആനന്ദത്തിന് അതിരില്ല. അതിന് അത്രമാത്രം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതിനാണ് ഇവിടെ സിന്ധു, സമുദ്രം, സാഗരം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ ആനന്ദ സിന്ധുവിൽ, സമുദ്രത്തിൽ വീണെന്നല്ല എൻ്റെ അർത്ഥം. ആനന്ദം കൊണ്ട് സമുദ്രത്തിന് എത്രമാത്രം വ്യാപ്തമുണ്ട്, അതുപോലെ ഈ ആനന്ദത്തിന് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത അളവില്ലാത്ത ആനന്ദം. ആനന്ദ സിന്ധുവിൽ വീണു മുഴുകിന നാരീജനം. ഈ നാരികൾ, ഈ സ്ത്രീകളെല്ലാം ഭഗവാനെ കണ്ടപ്പോൾ ആനന്ദത്തിൽ മുഴുകി. എത്രത്തോളമാ? സമുദ്രം പോലെ. അപ്പോൾ നാരീജനം രാമകൃഷ്ണന്മാർ മൂർധനി. അപ്പോൾ ഭഗവാന്റെയും ബലരാമൻ്റെയും മൂർധനി ഈ ശിരസിൽ വാരിച്ചൊരിഞ്ഞത് പുഷ്പമാല്യങ്ങളും. അവർ ഭഗവാൻ വരുന്നതനുസരിച്ച് അവരെല്ലാം ഒരുക്കി വെച്ചേക്കുക. ഭഗവാൻ ഇങ്ങനെ, കാരണം നമുക്കറിഞ്ഞൂടെ, ഓരോ ഗുരുക്കന്മാർ വരുമ്പോൾ വഴുതികളെ പുഷ്പാർച്ചിച്ച് ആ പുഷ്പത്തിൽ കൂടെ നടത്തുന്നത്. എത്രമാത്രം ആനന്ദത്തിലാണെന്നറിയാമോ? നമ്മൾ എവിടെല്ലാം കാണുന്നു അങ്ങനെ, ഈ കേരളത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അന്നേ ഇതിൽ പറഞ്ഞത്. ഇതാണ് ഇന്ന് ലോകര് മൊത്തം ഇങ്ങനെ സംഭവം. അന്നേ ഇതിൽ വായിച്ച മഹാത്മാക്കൾക്കറിയാം ഇങ്ങനെയാണ് എന്ന്. അത് ഭഗവാൻ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഭഗവാന്റെയും ബലരാമൻ്റെയും മൂർധനി ശിരസിൽ വാരിച്ചൊരിഞ്ഞു പുഷ്പമാല്യങ്ങളും. മാല്യങ്ങൾ വെച്ച പുഷ്പങ്ങളും മാലകളെല്ലാം ഭഗവാൻ ഇങ്ങനെ തലവഴിയെ പുഷ്പാർച്ചിച്ചു. മോഹനഗാത്രവും ഈഷണഹാസവും മോഹനഭാവവിലാസ രസങ്ങളാൽ നാരിമാർ ചിത്തം രമിപ്പിച്ചത് ഏറ്റവും നാരായണൻ പരൻ സത്യപുമാൻ. അപ്പോൾ ഭഗവാന്റെ മോഹനഗാത്രം, ഭഗവാന്റെ മോഹനമായിരിക്കുന്ന സൗന്ദര്യമായിരിക്കുന്ന ആ ഗാത്രം, ആ ശരീരവും ഈഷണഹാസവും നല്ല സുന്ദരമായ പുഞ്ചിരിയോടുകൂടിയ മുഖ സൗന്ദര്യവും വിലാസ രസങ്ങളാൽ നല്ല മോഹനമായിരുന്ന ഭാവങ്ങളും വികസിതമായിരിക്കുന്ന വിലാസ രസങ്ങളും. എന്തെല്ലാം രീതിയിൽ ഭഗവാന്റെ മുഖത്ത് നോക്കിയാൽ എന്തെല്ലാം ഈ നവരസം എന്ന് പറയുന്ന പോലെ ഭഗവാന്റെ മുഖത്ത് പല പല രീതിയിൽ എല്ലാം കൊണ്ട് ശോഭിതമായ ആനന്ദത്താൽ മുഴുകണം. ഇവരെല്ലാം വയറ് നിറച്ച് ആനന്ദം അനുഭവിക്കുന്നു ഭഗവാനെ കണ്ടപ്പോൾ. അപ്പോൾ എത്രമാത്രം ഭഗവാനെ വർണ്ണിച്ചാൽ പറ്റും? അങ്ങനെ ഇതെല്ലാം കണ്ട് നാരിമാരെന്ത് ചെയ്തു? ചിത്തം രമിപ്പിച്ചത് ഏറ്റവും. അവരുടെ ചിത്തം രമിച്ചു. ഈ ഗോപസ്ത്രീകൾ എങ്ങനെയാണ് വനക്രീഡ ജലക്രീഡയൊക്കെ ചെയ്ത് ഭഗവാന്റെ കൂടെ നിന്ന് രമിക്കുന്നത്? അതുപോലെ അവർ ഭഗവാൻ ഇങ്ങനെ കണ്ട് പുഷ്പങ്ങളെല്ലാം അർച്ചിച്ച് അവരവരുടെ ഹർമ്മ്യത്തിൻ്റെ ഗോപുരദ്വാരത്തിലൊക്കെ നിന്നും എടുത്തു എല്ലാം ഭഗവാനെ കണ്ടങ്ങ് ആനന്ദമഗ്നന് ചിത്തം അങ്ങ് രമിച്ചു കഴിഞ്ഞു. ഭഗവാൻ ഉള്ളത്തിലങ്ങ് ആനന്ദമായിട്ട്, ഭഗവാൻ ഏകനാണ്. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്ന വഴിക്ക് എല്ലാം ഇവരിങ്ങനെ ആനന്ദിക്കുന്നത്. പക്ഷേ ഭഗവാൻ നടക്കുന്ന വഴി തന്നെ ഈ സ്ത്രീകളെല്ലാം ആനന്ദിച്ച് ഭഗവാൻ രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയത്തിൽ ഭഗവാനെ അങ്ങ് ഇരുത്തി എന്നാണ്. അതായത് പാനം ചെയ്ത് പരമാനന്ദ അമൃതം പാനം ചെയ്യുന്നത് പോലെ, ഇത് വായിച്ച് നമ്മൾ കുടിച്ചിറക്കുന്നത് പോലെ അമൃത് ആണല്ലോ. അതുപോലെ ഭഗവാനെ കണ്ട് അവർ ആനന്ദത്തിൽ നിറഞ്ഞു. അതാണ് മോഹനഭാവവിലാസ രസങ്ങളാൽ നാരിമാർ ചിത്തം രമിപ്പിച്ചത് ഏറ്റവും. ഈ ഭഗവാനെ കണ്ടപ്പോൾ ഇതെല്ലാം അവരുടെ മനസ്സെല്ലാം രമിച്ചു. നാരായണൻ പരൻ സത്യവുമാൻ. ആ ഭഗവാൻ പിന്നെ
ഗന്ധമാല്യാദികൾ കാഴ്ചവെച്ചിടിനാർ. അങ്ങനെയുള്ള നാരായണൻ പരൻ സത്യഭമാൻ്റെ പിന്നെ അടുക്കൽ ഇവരെല്ലാം എന്ത് ചെയ്തു? ഗന്ധവും മാല്യാദികളും ഒക്കെ കൊണ്ടുവന്ന് കാഴ്ചവെച്ചു. ഗന്ധം വെച്ചാൽ ചന്ദനം, പിന്നെ ഗന്ധം, ചന്ദനങ്ങളും പുഷ്പങ്ങളും എല്ലാം ഭഗവാന് കാഴ്ചവെച്ചു. അന്തർമനസി സന്തുഷ്ടിയ ദ്വിജന്മാരും ബ്രാഹ്മണരും, അത് അന്തർമനസി നല്ല ഉള്ളത്തിൽ, അന്തരംഗത്തിൽ, നമ്മുടെ ഉള്ളത്തിൽ, മനസ്സിൽ സന്തുഷ്ടിയ ദ്വിജന്മാരും. ദ്വിജന്മാർ വെച്ചാൽ ബ്രാഹ്മണരെന്നാണ്, അത് അല്ലല്ല ഭക്തന്മാരെ ഇവിടെ ബ്രാഹ്മണരെന്ന് പറയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ദ്വിജന്മാരും നല്ല ശ്രേഷ്ഠരായിരിക്കുന്ന ഭക്തന്മാരും എല്ലാവരും വേദിയന്മാരും വന്ദിച്ചു. കേശവൻ ആദരവോടി അനുഗ്രഹവും വാങ്ങി. വേദിയന്മാരെന്ന് വെച്ചാൽ എന്താ? വേദം അറിയുന്നവർ. ഇപ്പം എന്താ, ഇതെല്ലാം വേദത്തിൽ നിന്നുണ്ടാകുന്നില്ല. നമുക്ക് നമ്മളെല്ലാം ഭഗവാന്റെ കഥകളെല്ലാം പറയുന്ന ഈ യഥാർത്ഥമായ തത്വം ഇതെല്ലാം വേദം പരബ്രഹ്മമാണല്ലോ. അതിനെ വേദിയന്മാർ അതെല്ലാം വേദം അറിയുന്ന ആൾക്കാരാണ് വന്ദിച്ചു. കേശവൻ ആദരവോട് അനുഗ്രഹവും വാങ്ങി. അങ്ങനെയുള്ള വേദിയന്മാരും ഭഗവാനെ പോയി, കേശവൻ വെച്ചാൽ ഭഗവാൻ കൃഷ്ണനെയൊക്കെ ചെന്ന് വന്ദിച്ചിട്ട് ആദരവോട് ഭഗവാന്റെ അനുഗ്രഹമൊക്കെ അവർ വാങ്ങി. മോദാൽ നടക്കുന്ന നേരത്ത് കണ്ടിതങ്ങ് ആദരവില്ലാതവൻ വസ്ത്രഭാണ്ഡവുമായി വരുന്നത് കണ്ടു ദാമോദരൻ. ദാമോദരൻ എന്ന് വെച്ചാലും ഭഗവാനെയാണ് വിളിക്കുന്നത്. കൃഷ്ണൻ്റെ ഒരു പേരാണ് ദാമോദരൻ. കേശവൻ എന്നൊക്കെ പേരുണ്ട്. അപ്പോൾ ഭഗവാൻ കേശവൻ വേദ്യന്മാർക്ക് അനുഗ്രഹം കൊടുത്ത്, അതായത് വേദം അറിയുന്ന ആൾക്കാർ ഭഗവാനെ വന്ന് വന്ദിച്ചപ്പോൾ ഭഗവാൻ അവർക്ക് അനുഗ്രഹം കൊടുത്ത് മോദാൽ അങ്ങനെ സന്തോഷത്തോടെ നടക്കുന്ന നേരത്ത് കണ്ടിതങ്ങ് ആദരവില്ല. ഭഗവാൻ ഇങ്ങനെ അവിടെ എല്ലാം മധുര കറങ്ങി നടക്കുമല്ലേ. ഇതിനകം വെച്ച് കണ്ടവർക്കെല്ലാം സന്തോഷം കൊണ്ടും പുഷ്പങ്ങൾ അർച്ചിക്കുന്നു. നമ്മൾ എഴുന്നള്ളത്ത് വരുമ്പോൾ, എഴുന്നള്ളത്ത് വരുമ്പോൾ നമ്മളെല്ലാം വീടാൻ തോറും എങ്ങനെയാണ്, പിന്നെ പറയിൽ വിത്തൊക്കെ ഇങ്ങനെ വെച്ച് എന്തുവാ ഈ തെങ്ങിൻ്റെ പൂക്കുലകൾ നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആനയായിട്ട് വന്നില്ലെങ്കിലും അമ്പലത്തിൽ നിന്ന് പറ എടുക്കാൻ വരും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ്? അതുപോലെ ഭഗവാൻ വരുന്നെന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും വാതിൽക്കലെല്ലാം അവർ നിന്ന് നന്നായി ഭഗവാനെ ആസ്വദിച്ച് ഭഗവാന് പുഷ്പങ്ങൾ അർച്ചിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ നിന്ന് അവരുടെ ഹൃദയം, വിശാലമായ ഹൃദയമൊക്കെ അവർക്ക് ആനന്ദം കൊണ്ട് മുഴുകി, ആനന്ദ സിന്ധുവിൽ മുഴുകി. അങ്ങനെ ഇരുന്ന ഒരു സമയത്ത് ആര് വരുന്നു? ആദരവില്ലാതെ, ഒരു വിനയവും ബഹുമാനവും ഒന്നുമില്ല, ഇത്രയും ജനങ്ങൾ ഭഗവാനെ വന്ദിച്ച് സ്തുതിച്ചും എന്തെല്ലാം സൽക്കാരങ്ങളെല്ലാം ചെയ്ത് വാഴ്ത്തിയും പുകഴ്ത്തിയിരിക്കുന്ന സമയത്ത് വസ്ത്രഭാണ്ഡവുമായി വരുന്നു. ഭഗവാന്റെ അടുക്കലേക്ക് വസ്ത്രം, എന്തോ പറയുന്നത്, ഭാണ്ഡക്കെട്ട്. വസ്ത്രം കഴുകുന്ന ആൾക്കാർ ഈ കംസന് തേച്ച് മിനുക്കിക്കൊണ്ട് കൊടുക്കും. രചകൻ പേരങ്ങനെ കണ്ട അയാളിങ്ങനെ ഭഗവാൻ അടുക്കൽ ഇങ്ങനെ ഭഗവാൻ നടക്കുന്ന നേരത്ത് ഈ രചകനെ ഭഗവാൻ കണ്ടിതങ്ങ് ആദരവില്ലാതെ ഭഗവാൻ അവനെ കണ്ടപ്പോൾ അവന് യാതൊരു ആദരവും ഇല്ല. അവന് കംസനല്ലാത്ത രാജാവ്, ആദരവില്ലാതെ അവൻ വസ്ത്രഭാണ്ഡവുമായി വരുന്ന അത് കണ്ടു. ദാമോദരൻ കൃഷ്ണൻ ആയവനോട് ചോദിച്ചു. ആരാ? ഈ അലക്കിക്കൊണ്ട് ഈ ഭാണ്ഡക്കെട്ടുമായിട്ട് വസ്ത്രങ്ങളായിട്ട് വരുന്ന അവനെ കണ്ട് ഭഗവാൻ ദാമോദരൻ അവനോട് ചോദിച്ചു. അത് ആയവനോട്, അതായത് വസ്ത്രം കൊണ്ട് വരുന്ന ഭാണ്ഡക്കെട്ടുമായി വരുന്നവനോട് ഒരു ആദരവില്ലാതെ വരുന്നത്. ഭഗവാൻ ഇങ്ങനെ ഉണ്ടെന്നോ ഒന്നും യാതൊരു, മറ്റുള്ളവരുടെ സർവ്വപേരും ഭഗവാനെ കാണാൻ കൊതിച്ചിരിക്കുന്നു. ഇവനാണെങ്കിലോ ഭഗവാൻ ഇങ്ങനെ നടക്കുന്ന ഒരു ചിന്തയില്ലാതെ, ഒരു ബഹുമാനം ഇല്ലാതെ അവന് നടക്കുന്ന കണ്ടപ്പോൾ ഭഗവാൻ എന്ത് ചോദിച്ചു? നിൻ കാരുണ്യാൽ സാദരം വസ്ത്രങ്ങൾ നൽകുകങ്ങൾക്കിന്ന്. നിൻ കാരുണ്യ, നിനക്ക് ഒരാൾക്കൊരു കാര്യം കൊടുക്കാനുള്ള കാരുണ്യം ഉണ്ടെങ്കിലല്ലേ കൊടുക്കുള്ളൂ. ഇപ്പോൾ ഭഗവാനോട് നമുക്ക് അത്രത്തോളം സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് എനിക്കിത് കൊടുക്കണം, ഭഗവാൻ നന്നായി കൊടുക്കണം, നല്ല പുഷ്പങ്ങൾ കൊടുക്കണം, പഴങ്ങൾ കൊടുക്കണം, അതൊരു പ്രത്യേക ഒരു കാരുണ്യത്തോടെ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഈ വസ്ത്രം കൊടുക്കാൻ കാരുണ്യമുണ്ടായാൽ വസ്ത്രങ്ങൾ നൽകുക ഞങ്ങൾക്ക് വസ്ത്രം തരൂ എന്ന് ഭഗവാൻ പറഞ്ഞു. നിൻ കാരുണ്യാൽ സാദരം വസ്ത്രങ്ങൾ നൽകുകെങ്ങൾക്കിന്ന് ഞങ്ങൾക്കെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ഞാൻ ഇല്ല, നൽകുകെങ്ങൾക്കെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നൽകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് വസ്ത്രം തരിക എന്ന് പറഞ്ഞു. ഖേദങ്ങൾ പോയി നല്ലനായി വരും. നിൻ്റെ ഖേദമൊക്കെ പോയിട്ട് നീ നല്ലവനായി മാറും. നിനക്ക് പിന്നെ ഇങ്ങനെ അലക്കി തേച്ച് പാണ്ടക്കെട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല. അതാണ് നീ നല്ലവനായി വരുമെന്ന് ഭഗവാൻ പറഞ്ഞു. നീ ഞങ്ങൾക്ക് വസ്ത്രം തരിക.
അതുകൊണ്ട് നീ ഭാവിയിൽ നിനക്ക് ഞങ്ങൾക്ക് വസ്ത്രം തന്നാൽ ഖേദങ്ങൾ പോയി നിൻ്റെ എല്ലാ വിഷമങ്ങളും മാറി നല്ലനായി വരുമെന്ന് ഭഗവാൻ പറഞ്ഞു. നീ അങ്ങനെ പറഞ്ഞപ്പോൾ നല്ലനായി വരും നീ എന്ന് ദേവകീ നന്ദനൻ വാക്കുകൾ. അങ്ങനെ ദേവകീ നന്ദനായ ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ ആര് കേട്ടു? ഈ രചകൻ, ഈ വസ്ത്രം കൊണ്ടുവന്ന രചകൻ കേട്ടപ്പോൾ കോപിച്ചു ചൊല്ലിനാൻ ദുഷ്ടൻ രചകനും. ഈ രചകൻ്റെ പേരാണിത്. ഞാൻ ഇവിടുത്തെ വെച്ച് മറന്നുപോയി, ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ രചകൻ എന്ന് പറയുന്ന അവനാണ് ഈ വസ്ത്രവും പാട്ടക്കെട്ടുമായിട്ട് വരുന്നത്. അവനോട് ഭഗവാൻ പറഞ്ഞു, നിൻ കാരുണ്യത്താൽ ഞങ്ങൾക്ക് വസ്ത്രം തന്നാൽ നിൻ്റെ ഖേദങ്ങളെല്ലാം പോയി നിനക്ക് നല്ലതായി വരും, നീ നന്മ കൊണ്ട് നിറയും എന്ന് പറഞ്ഞപ്പോൾ ദേവകീ നന്ദനൻ വാക്കുകൾ കേട്ടു. ഈ രചകൻ കേട്ടപ്പോൾ എന്ത് പറഞ്ഞു? അവൻ കോപിച്ചു ചൊല്ലിനാൻ ദുഷ്ടൻ രചകനും. അപ്പോൾ അവന് ദേഷ്യം വന്നു. കോപിച്ചവൻ എന്താ പറയുന്നേ? പെട്ടെന്ന് വെട്ടുപെട്ടാശു മരിച്ചുപോകും ദുഷ്ടബാലന്മാരെ ദൂരത്ത് പോയാലും. നിങ്ങൾ പെട്ടെന്ന് തന്നെ വെട്ടേറ്റ് നിങ്ങൾ മരിച്ചു പോകും ദുഷ്ടബാലന്മാരെ. അത് ബലരാമനെയും കൃഷ്ണനെയും പറയാം, ദുഷ്ടബാലന്മാരെ നിങ്ങൾ ദൂരത്ത് പോകൂ. ഭൂപതിമാരുടെ ദ്രവ്യം കൊതിക്കിലോ പാപം വരും നൃപഭൃത്യർ വധിച്ചിടും. നൃപൻ്റെ ഭൃത്യന്മാരായ ഈ ഭടന്മാരുണ്ടല്ലോ, ഈ രാജാവിനെ എന്തിനും സേവകന്മാരുണ്ടല്ലോ ഭൃത്യന്മാർ, അവർ നിങ്ങളെ വധിക്കും. കാരണം ദുഷ്ടബാലന്മാരെ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചോദിക്കാൻ എങ്ങനെ തോന്നി? നിങ്ങൾ പെട്ടെന്ന് തന്നെ മരിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ ദൂരത്ത് പോകൂ. ഇത് ഭൂപതി, അതായത് രാജാവിൻ്റെ ദ്രവ്യം, വസ്ത്രമായാലും എന്തുമായാലും രാജാവിൻ്റെ ആണല്ലോ. അപ്പം ദ്രവ്യം എന്ന് പറയുന്നത് രാജാവിൻ്റെ മുതലാണ്. ഈ വസ്ത്രമായാലല്ല, അത് കൊതിച്ചാൽ, രാജാവിൻ്റെ മുതലിനെ കൊതിച്ചാൽ പാപം വരും, നൃപഭൃത്യർ നിങ്ങളെ വധിക്കുകയും ചെയ്യും. നൃപഭൃത്യർ നൃപന്മാരുടെ, ഈ നൃപൻ കംസൻ്റെ ഭൃത്യന്മാർ, അവർ നിങ്ങളെ വധിക്കും. പിന്നെ കാനനെ ഗോക്കളെ മേച്ചു നടക്കുന്ന കാനനവാസി കുല ഗോപര, നിങ്ങൾ വനങ്ങളിൽ ഗോക്കളെ മേച്ച് നടക്കുന്ന കാനനവാസി ഗോപാലന്മാരല്ലേ നിങ്ങൾ? അതാണ് ഈ രചകന് ഭഗവാനെ കണ്ടിട്ട് ആദരവില്ലാതെ പോയത്. ഇവനേതാ ഇല്ല, കാട്ടിലൊക്കെ പശുക്കളെ മേച്ച് നടക്കുന്ന കുട്ടികളല്ലേ ഇങ്ങനെ കണ്ട്. രചകനാര കംസൻ്റെ പാണ്ടക്കെട്ട് ചുവണ്ട് രാജാവിൻ്റെ വസ്ത്രം ആക്കുന്ന ആളല്ലേ, ഞാനല്ലേ കേമൻ എന്നാണ് രചകൻ വിചാരിച്ചത്. ഇവരെന്തിനാ ഇത് ചോദിക്കുന്നത്? കാരണം ഇവരാരാ? ഇവർ ഇല്ല കാട്ടിലൊക്കെ കിടക്കുന്ന പശുക്കളെ മേയ്ക്കുന്ന ഗോപാലരല്ലേ? ഇതുപോലൊരു ചിന്ത. അതുകൊണ്ട് നിങ്ങളെ ഭൃത്യർ വധിക്കും. അതുകൊണ്ട് നിങ്ങൾ കാനനെ ഗോക്കളെ മേച്ച് നടക്കുന്ന കാനനവാസി കുല ഗോപര, നിങ്ങൾ സ്ഥാനമാനം ജയിച്ചിടുന്ന നൃപരുടെ മാനം വളർക്കുന്ന വസ്ത്രം ദിനംതോറും നിങ്ങൾ കൊടുക്കുമോ? അപ്പം നിങ്ങളത് നിങ്ങൾക്ക് കൊടുക്കാമോ? നിങ്ങൾ എങ്ങനെ ഇത് ചോദിക്കാൻ പറ്റി? ഇത് മാനം വളർത്തുന്ന രാജാവിൻ്റെ വസ്ത്രമല്ലേ ഇത്? ഈ വസ്ത്രം നിങ്ങൾ ദിനംതോറും നിങ്ങൾ ഉടുക്കുമോ? ദുർമോഹമിത്ര, ഇത് നിങ്ങൾക്ക് വല്ലാത്ത മോഹമാണല്ലോ. ഇത് ദുർമോഹമാണല്ലോ, യഥാർത്ഥ മോഹമേ അല്ല, നിങ്ങൾക്ക് അധികമായ മോഹമാണ് ഇപ്പോൾ. കാരണം ഇത് രാജാവിൻ്റെ വസ്ത്രമാണിത്. ഈ കാട്ടിലൊക്കെ നിരങ്ങി നടക്കുന്ന പശുക്കളെ മേച്ച് അവിടെ ഇവിടെയും കുട്ടിയും എന്തൊക്കെ കളിച്ചും നടക്കുന്ന, കുട്ടിയും കുന്നും കളിക്കുന്നൊക്കെ അങ്ങനെ ഒക്കെ നടക്കുന്നേ, ഞാനതെൻ്റെ കയ്യിൽ നിട്ടതാണ്, അത് ഭാഗവത്തിൽ പറയുന്നില്ല. കാരണം ഭഗവാൻ പല പല കളികളോടെ കളിക്കുമല്ലോ കുട്ടികളുമായിട്ട്. ഇതെല്ലാം വെച്ചോണ്ടാണ് ഇവൻ പറയുന്നത് ഈ രചകൻ. അതുകൊണ്ട് നിങ്ങളുടെ മോഹം ഇത് അതികടന്നു പോയി. ഇങ്ങനെ തുടങ്ങിയാൽ നാശം വരും തുടങ്ങി. ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ, ഇത്തരം ദുർമോഹിത്തരം നിങ്ങൾ കാട്ടിയാൽ നിങ്ങൾക്ക് നാശം വരും, നിങ്ങളെ അവർ വധിച്ചു കളയും രാജാവ്. ഇത്തം രചകന്റെ വാക്ക് കേട്ട നേരം ഉത്തമ പുരുഷൻ കൃഷ്ണൻ അവൻ തന്നെ രുഷ്ടതയോടൊന്നടിച്ചാൻ, അതുകൊണ്ട് പെട്ടെന്ന് സൂര്യാത്മജാലയം ബുക്കിതു. അങ്ങനെ ഭഗവാൻ ദേഷ്യം വന്ന് രചകൻ്റെ ഈ വാക്ക് കേട്ട്, നിങ്ങൾ വനത്തിൽ കഴിയുന്ന കുട്ടികളല്ലേ, പശുക്കളെ മേയ്ക്കുന്നവരല്ലേ, ഇത് കേട്ടോ ഭഗവാൻ എന്ത് ചെയ്തു? ഉത്തമ പുരുഷൻ കൃഷ്ണൻ അവനെ തന്നെ രുഷ്ടതയോടെ ദേഷ്യത്തോടെ ഒന്നങ്ങ് അടിച്ചു, ഒരടി കൊടുത്തു. പെട്ടെന്ന് അവൻ സൂര്യാത്മജാലയം ബുക്ക് കാലപുരിക്ക് പോയി. സൂര്യൻ്റെ പുത്രനാണ് കാലൻ. അതുകൊണ്ട് അവിടേക്കങ്ങ് പോയി മരിച്ചു. ദുഷ്ടൻ്റെ ഭൃത്യർ മറ്റുള്ളവർ അത് കണ്ട്, ഈ ദുഷ്ടൻ്റെ ഭൃത്യർ, ഈ പറഞ്ഞ രചകൻ്റെ ബാക്കി ഭൃത്യന്മാരും കൂടെ ഉണ്ടല്ലോ, അവരത് കണ്ടപ്പോൾ പെട്ടെന്ന് പാണ്ഡങ്ങളിട്ടു മണ്ടി ഇടിനാർ. കൂടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, ഈ പാണ്ഡവും കെട്ടുമായിട്ട് വരുന്നവർ. രചകൻ വന്നപ്പോൾ രചകനോട് ചോദിച്ചു, അവൻ ഇത്രയൊക്കെ പറഞ്ഞ് അവനൊരു അടിയും കൊടുത്ത് അവനങ്ങ് ചത്തു. ബാക്കി കണ്ടുകൊടുത്തവർ എന്ത് ചെയ്തു? പാണ്ഡങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഓടി. ബാലകന്മാർക്ക് ചേലകൾ നൽകിനാൻ നീലാംബരം ബലഭദ്രനും പൂണ്ടിതു. അതോടെ ഇട്ടിട്ട് അവർ ഓടിപ്പം ഈ കുട്ടികൾക്ക് ബാലകന്മാർ വെച്ചാൽ ഭഗവാൻ കൃഷ്ണനും രാമനും ചേലകൾ നൽകിനാൻ, നല്ല വസ്ത്രങ്ങളൊക്കെ അവർക്ക് കൊടുത്തു. നീലാംബരം ബലഭദ്രനും പൂണ്ടിതു. നീലാംബരം കളറ് ബലഭദ്രനെടുത്തു, പീതാംബരം താൻ എടുത്ത് ധരിച്ചു, ഭഗവാൻ ധരിച്ചു. ചേതസാ മോദേന കൃഷ്ണൻ നടന്നു. അങ്ങനെ സന്തോഷത്തോടെ മനസ്സങ്ങ് സന്തോഷിച്ചു. കാരണം ഉദ്ദേശിച്ച വസ്ത്രങ്ങളൊക്കെ കിട്ടി. ഭഗവാന് പീതാംബരവും കിട്ടി, ബലരാമന് നീലാംബരമൊക്കെ എടുത്തങ്ങോട്ട് ഉടുത്ത് ധരിച്ച് സന്തോഷത്തോടെ ഭഗവാൻ നടന്നു.
കഞ്ചന്റെ കഞ്ചുക വേല ചെയ്യുന്നവൻ സഞ്ചരിക്കും രാമകൃഷ്ണാദിയെ കണ്ടിങ് അഞ്ചാതെ നേരെ അണഞ്ഞവൻ കഞ്ചുക സഞ്ചയം തൊപ്പികൾ എന്നിവ വേണ്ടത് മല്ല വിലോചനൻ തൻ പ്രസാദാർത്ഥമായി നല്ലവണ്ണം കാഴ്ചവെച്ച് വണങ്ങിനാൻ. അവരുടെ കൂടെ വന്നവരൊക്കെ എന്ത് ചെയ്തു? ഭഗവാന് കൊടുത്ത് കഞ്ചന്റെ കഞ്ചുക വേല ചെയ്യുന്ന കഞ്ചനാര കംസൻ. കഞ്ചന്റെ കഞ്ചുകല എന്ന് അവൻ്റെ ദാസവേല, കംസന്റെ ദാസ്യവേല ചെയ്യുന്ന അവർ ഈ രാമനും കൃഷ്ണൻ സഞ്ചരിക്കുന്ന കണ്ടപ്പോൾ അഞ്ചാതെ നേരെ അണഞ്ഞവൻ കഞ്ചുക സഞ്ചയവും തൊപ്പികളെല്ലാം വേണ്ടതൊക്കെ ഭഗവാന് പ്രസാദാർത്ഥമായി നല്ലവണ്ണം കാഴ്ചവെച്ച് വണങ്ങി. മറ്റുള്ളവർ രചകൻ കൊടുത്തില്ല. പക്ഷേ ഇത് കണ്ട് കുറച്ച് പേര് പാണ്ഡവും കെട്ടുമെല്ലാം അവിടെ ഇട്ടിട്ട് ഓടി. എന്നാൽ ചിലരെന്ത് ചെയ്തു? ഭഗവാൻ ഇങ്ങനെ നടക്കുന്ന കണ്ടു, രാമനും കൃഷ്ണനും നടക്കുന്നത് കണ്ട് അഞ്ചാതെ നേരെ സന്തോഷത്തോടെ ചെന്നിട്ട് കഞ്ചുക സഞ്ചയം, ഈ എന്താ അവൻ്റെ പേര്, കംസൻ്റെ സഞ്ചയം തൊപ്പി, അപ്പം എല്ലാം ഇരിക്കട്ടെ എന്ന് കരുതി തൊപ്പികളും എന്നിവ വേണ്ടതൊക്കെ ഭഗവാൻ മല്ല വിലോചനന് പ്രസാദാർത്ഥമായി നല്ലവണ്ണം അവർ കാഴ്ചവെച്ച് വണങ്ങിനാൻ. മറ്റുള്ളവരൊക്കെ മക്കളിന് കുറച്ച് വരിയും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ അർത്ഥം പറയാതെ അങ്ങ് വായിക്കാം. അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പറയാം, കാരണം സമയം 45 മിനിറ്റും കഴിഞ്ഞ്. അങ്ങനെ ഭഗവാനെ വെച്ച് അവർ വന്ദിച്ച് എല്ലാം കാഴ്ച വെച്ച് ബാക്കിയുള്ളവരൊക്കെ. ഭക്തപ്രിയൻ ഭക്തി ഭുക്തി സാരൂപ്യാതിമുക്തിയും നൽകിനാൻ ഉഷ്ണീഷകൻ. അപ്പോൾ അത് തയ്യക്കാരനാന്ന് തോന്നുന്നു. വായകൻ നൽകിയതെല്ലാം എടുത്തുടൻ, വായകൻ എന്ന് വെച്ചാൽ നെയ്ത്തുകാരൻ, വായകൻ നൽകിയതെല്ലാം എടുത്തുടൻ ആയർകോ നന്ദനന്മാർ ധരിച്ചിടിനാർ. അങ്ങനെ തയ്യക്കാരന് ഉഷ്ണീഷനും കൊടുത്തു, നെയ്ത്തുകാരനും ഭഗവാൻ കൊടുത്തു. ഭഗവാൻ അതെല്ലാം ധരിച്ചു. പിന്നെ സുധാമാവ് തൻ ഗൃഹം ബുക്ക് ചെയ്തു. സുധാമാവ് ഭഗവാന്റെ കൂട്ടുകാരൻ അയാൾ സുധാമാവിൻ്റെ അടുക്ക് വീട്ടിലേക്ക് ചെന്നു. നന്ദാത്മജന്മാരത് കണ്ട നേരത്ത് വന്ന സന്തോഷേണ ഭക്തിയാ നമസ്കരിച്ച് ഉന്നതമോദേന പൂജിച്ചു ചൊല്ലിനാൻ. ഒരു യഥാർത്ഥ ഭക്തനാ സുധാമാവിൻ്റെ ഗൃഹത്തിലേക്ക് ചെന്നപ്പോൾ ഭഗവാൻ നന്ദാത്മജന്മാരത് കണ്ട നേരത്ത് വന്ന സന്തോഷണ ഭക്തിയാ നമസ്കരിച്ച് ഉന്നതമോദേന, വെറും സന്തോഷമല്ല, അത്രമാത്രം സമുദ്രം പോലെ സന്തോഷം കാണണം. അത് ഉന്നത മോദ വെച്ചാൽ അതും വലിയ അളവിലുള്ള മോദേനെ പൂജിച്ച് ചൊല്ലി ഞാൻ ഭഗവാനെ പൂജിച്ചിട്ട് പറയുന്നു. ധന്യനായി വന്നു ഞാൻ നിങ്ങളെ കാണുകയാൽ മന്നിടം പാലിക്കും ഈശ്വരന്മാർ. നിങ്ങൾ ധന്യനായി ഞാൻ, എന്താ സുധാമാവ് പറയുക, നിങ്ങളെ കണ്ടതുകൊണ്ട് ഞാൻ ധന്യനായി വന്നു. നിങ്ങൾ മന്നിടം പാലിക്കും, നിങ്ങൾ ഈ ലോകം മന്നിടം മൊത്തവും പാലിക്കുന്ന ഈശ്വരന്മാരല്ലേ രാമനും കൃഷ്ണനും. ഇന്ന് എൻ ഗൃഹത്തിങ്കൽ വന്നത് മൂലമായി വന്നിതു ജന്മസാഫല്യം എനിക്കിന്ന്. എൻ്റെ ഗൃഹത്തിൽ വന്നത് കൊണ്ട് എനിക്ക് ജന്മസാഫല്യം വന്നു. സർവവിശുദ്ധിയും വന്നത് എനിക്ക് സർവദാനാത്മാക്കൾ, സർവം ദാനം ചെയ്യുന്ന ഭഗവാൻ രാമനും. അതാണ് സർവവിശുദ്ധിയും വന്നത് എനിക്ക്. സുധാമ പറഞ്ഞു, എൻ്റെ ഗൃഹത്തിൽ വന്നപ്പോൾ എനിക്ക് സർവവിശുദ്ധി വന്നു, ഞാൻ ധന്യനായി. എന്നാലോ ദാനം ചെയ്യുന്നതാണ് ഈ ഭഗവാൻ കൃഷ്ണ. അപ്പോൾ സർവദാനാത്മാക്കൾ നിങ്ങൾക്ക് ജ്ഞാനിക. അപ്പോൾ ഈ സർവ്വതും ദാനം ചെയ്യുന്ന ഭഗവാൻ, ലോകത്ത് സർവ്വപേർക്കും ഭഗവാനല്ലേ സർവ്വ ജീവജാലങ്ങൾക്കും രക്ഷണം ചെയ്യുന്നത് മഹാവിഷ്ണു നാരായണൻ. അതുകൊണ്ട് സർവ്വദാനാത്മാക്കളാണ് നിങ്ങൾക്ക് ജ്ഞാനിക. ഞാനിവിടെ എന്താ ചെയ്യേണ്ടത്? അതാണ് ഒരു ഭക്തൻ പറയുന്നത്. നമ്മൾ എന്താ ഭഗവാന് കൊടുക്കേണ്ടത്? മനസ്സാകുന്ന മാല്യം, മനമലര് നമുക്കൊക്കെ അതേ ഉള്ളു കൊടുക്കാൻ. ഭഗവാൻ അത് മതിയല്ലോ, അതാ ധാരാളം. പക്ഷേ ഭഗവാൻ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ നമുക്ക് എല്ലാവർക്കും രക്ഷ ചെയ്യുന്ന എന്തെല്ലാം നമുക്ക് ഭഗവാൻ തരുന്നത്. പക്ഷേ നമ്മൾ എന്താ കൊടുക്കണമെന്ന് സുധാമാവ് പറഞ്ഞു, ഇവിടെ ഞാൻ എന്താ തരേണ്ടത്? ഈ സർവ്വവിശുദ്ധി എനിക്ക് വന്നു, ഞാൻ ധന്യനായി. സർവദാനാത്മാക്കളാണ് നിങ്ങൾ, സർവ്വർക്കും ദാനം ചെയ്യുന്ന ഭഗവാന്മാരാണ് നിങ്ങൾ. ഞാൻ ഇവിടെ എന്തോന്ന് ചെയ്യേണ്ടതെന്നു ഞാൻ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ചിന്തിക്കിലിങ്ങറിയാ എന്ന് ചൊല്ലിയിട്ട് ഞാൻ ഓർത്തിട്ട് എനിക്ക് ഒന്നും പിടികെട്ടത്. ഞാൻ എന്ത് ഞാൻ കൊടുക്കും? എൻ്റെ ഭഗവാൻ എൻ്റെ അടുക്ക് വന്ന് എൻ്റെ ഭവനത്തിൽ വന്ന് ഞാൻ എന്ത് ചെയ്യും, എന്ത് കൊടുക്കും? ഭഗവാൻ എന്താ നമുക്ക് കൊടുക്കാനുള്ളത് എന്ന് ഇദ്ദേഹം വിഷമിക്കുന്നു. ചിന്തിക്കിലിങ്ങറിയാ, ഞാൻ ചിന്തിച്ചിട്ട് എനിക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ചൊല്ലിയിട്ട് നല്ല കുസുമങ്ങളാൽ 2 മാല്യവും നല്ല 2 മാല്യം സുധാമാവ് തീർത്ത് മുകുന്ദനും രാമനും നൽകിയ നേരം ജനാർദ്ദനൻ ആമോദമോട് അരുൾ ചെയ്ത് അങ്ങിത്തരം.
അപ്പോൾ അവരെന്ത് ചെയ്തു? നല്ല കുസുമങ്ങൾ, മറ്റെന്താ കൊടുക്കാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ സാധാരണക്കാർക്ക് എന്താ കൊടുക്കാനുള്ളത്? ഭഗവാന് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് ഭഗവാൻ അത്ര എന്താണെന്നൊരു അറിവുമില്ലാഞ്ഞ് പെട്ടെന്ന് എന്ത് ചെയ്തു? നല്ല പുഷ്പങ്ങൾ കൊണ്ടുവന്ന് നല്ല 2 മാല തീർത്ത് സുദാമാവ് മുകുന്ദനും രാമനും നൽകി. ഭഗവാന്റെ കഴുത്തിലും ബലരാമൻ്റെ കഴുത്തിലും അങ്ങ് കൊടുത്തു. അപ്പോൾ ജനാർദ്ദൻ ഭഗവാൻ കൃഷ്ണൻ ആമോദമോട് അരുളി ചെയ്തു ഇത്തരം. ഭഗവാൻ സന്തോഷത്തോടെ പറയുന്നു, ചിത്തത്തിലേറ്റവും മോദിച്ചു ഞങ്ങളും, സന്തോഷമായി ഞങ്ങൾക്കെന്ന് ഭഗവാൻ പറയുന്നു. അത് നമ്മുടെ മനസ്സാണ്. ഭഗവാൻ സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ലേ നമ്മൾക്ക് എവിടായാലും ഈശ്വരന്മാർക്ക് ഇതൊന്നും വേണ്ട എങ്കിൽ പോലും നമ്മൾ കൊടുത്തില്ലെങ്കിൽ പാപമാണ്. നമ്മൾ എന്തും നമുക്ക് ഭഗവാൻ തരുന്നത് എന്തായാലും ഭഗവാന് കൊടുക്കാതെ അമ്പലത്തിൽ കൊണ്ടത് വഴിപാട് നടത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുവിധം ഇതെല്ലാം കഴിഞ്ഞ് വളർന്ന് മുമ്പോട്ട് പോകുമ്പോൾ 60, 70 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മളായിട്ട് തന്നെ കഴിച്ചാലും മതി. അത് അങ്ങനെ ആയി തീർന്നാൽ എന്താ സാക്ഷാത്കാരം നേടിയവർക്കാണ് പിന്നെ അമ്പലത്തിൽ പോയില്ലെന്നും പറഞ്ഞ് പ്രശ്നമില്ല, കൊടുത്തില്ലെന്നും പ്രശ്നമില്ല. നമ്മൾ തന്നെ കഴിക്കുന്ന 1 ഗ്ലാസ് വെള്ളമായാലും നമ്മൾ തന്നെ അങ്ങ് ഓർത്ത് കഴിച്ചാൽ മതി. അത് അങ്ങനെ ആയി തീരുമ്പോഴാണ്. അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? സർവ്വതും പരമാത്മാവിന് നേദ്യമായി കൊടുക്കണം. അമ്പലത്തിൽ നമുക്ക് വീടുകളിൽ അതിന് ഉള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി ഭഗവാന് പൂജയായിട്ട് അവിടെ അർപ്പിക്കുന്നത്. അത് തിരുമേനിമാർ പോറ്റിമാർ കൊടുത്തോളും. അപ്പോൾ എന്ത് പറയുന്നു? ഇവിടെ ഭഗവാൻ ജനാർദ്ദനൻ സന്തോഷത്തോടെ പറയുന്നു, ചിത്തത്തിൽ ഏറ്റവും മോദിച്ചു ഞങ്ങളും. ബലരാമനും കൃഷ്ണനും സന്തോഷമായി. കാരണം ഈ പുഷ്പം കൊണ്ടുള്ള മാല്യം തീർത്ത് കൊടുത്തു ഈ സുഹൃത്തായ സുദാമാവ്. ഉത്തമനാം നിനക്ക് ആഗ്രഹമുള്ളവ ഒക്കെയും നൽകുവനെന്നത് കേട്ടവൻ ഉൾക്കൗതുകാൽ നിശ്ചല വിഷ്ണു ഭക്തിയെ ചിത്തശുദ്ധൻ വരച്ചിടനാൻ. പിന്നെയും സമയം പോകുന്നു മക്കളെ. അപ്പം എന്ത് പറഞ്ഞു? ഉത്തമനാം നിനക്ക് ആഗ്രഹമുള്ളവ ഒക്കെ, നീ ഉത്തമനാണ്. നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിന് എത്രമാത്രമാണ് ഭഗവാൻ കൊടുക്കാനുള്ള ഇഷ്ടം, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. നമുക്കത് അളന്ന് കുറിക്കാൻ പറ്റുന്നതല്ല. എത്രത്തോളാണെന്ന് അത് സമുദ്രം പോലെയാണെന്ന് എനിക്കും പറയാൻ പറ്റും. എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം ഭഗവാൻ കൊടുക്കുന്നത് എത്ര കൊടുത്താലും എനിക്ക് പോരാ എനിക്ക് സമുദ്രം പോലെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെയാണോ എല്ലാ ഭക്തമക്കളെന്ന് ചിന്തിക്കണം. അപ്പോൾ ഭഗവാൻ എത്രമാത്രം സമുദ്രം പോലെ സ്നേഹം നമുക്ക് തരും, അതിനേക്കാൾ ഏറെ നമുക്കും അങ്ങോട്ട് അങ്ങനെ വേണം. അപ്പോഴും ഭഗവാൻ പറഞ്ഞു, നീ ഉത്തമനാണ്. ചിത്തത്തിൽ ഏറ്റവും ഞങ്ങൾ സന്തോഷിച്ചു. നീ ഉത്തമനാ. നിനക്ക് എന്താണ് നിനക്ക് ആഗ്രഹമുള്ളവ ഒക്കെയും നൽകുവനെന്ന് പറഞ്ഞു ഭഗവാൻ. അത് കേട്ടവൻ ഉൾക്കൗതുകാൽ നിശ്ചല വിഷ്ണു ഭക്തിയെ ചിത്തശുദ്ധൻ വരിച്ചിടനാൻ. പിന്നെയും നിശ്ചല വിഷ്ണു ഭക്തി മതിയെന്ന്. നിശ്ചലമായിരിക്കുന്ന, അതായത് ആത്മാവിൽ നിറഞ്ഞ് ലയിക്കുന്ന ഭക്തി, നിശ്ചലമായിരിക്കുന്ന ഭക്തി, മനസ്സിന് ഇളക്കമില്ലാത്ത ഭക്തി, അത് മാത്രം മതിയെന്ന് ചിത്തശുദ്ധനായ ഈ സുദാമാവ് അങ്ങനെ പറഞ്ഞു. ഭഗവാൻ അത് കൊടുത്തു. വരിച്ചിടനാൻ, അത് ഏറ്റുവാങ്ങി. കാരണം ഭഗവാനുള്ള ചിന്തയിൽ നിശ്ചലമായിരുന്ന എനിക്ക് ഭക്തി മതി ഭഗവാനി എന്ന് സുദാമാവ് പറയും. 2 പുഷ്പമാല്യം കൊടുത്ത് അണിയിച്ചിട്ട്, എന്താ നിനക്ക് വേണ്ടത്? അത് ഞാൻ തന്നിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്താ ചോദിച്ചത്? എനിക്ക് നിശ്ചലമായിരുന്ന ഭക്തി മതി, നിഷ്കളങ്കമായി ഒരു ചലനമില്ലാത്ത ഭഗവാൻ തന്നെ ലയിച്ചിരിക്കുന്ന ഒരു ഭക്തി മാത്രം മതി. അപ്പോൾ ചിത്തശുദ്ധൻ, ആ മനസ്സ് ശുദ്ധതയോടുകൂടിയ സുദാമാവ് അത് വരിച്ചിടാൻ പിന്നെയും ചിത്തമോദത്തോടെ അപേക്ഷിച്ചത്. ഇങ്ങനെ വീണ്ടും ചിത്തമോദത്തോടെ അപേക്ഷിച്ചത് എന്താ പറഞ്ഞ്? രണ്ടാമതും വിഷ്ണുഭക്ത ബന്ധുത്വവും കൊണ്ടൽ വർണ്ണൻ സർവഭൂത കാരുണ്യവും ഇങ്ങനെ 3ആയി അനുഗ്രഹിച്ച അൻപോട് മംഗൽ ഐശ്വര്യ സായുജ്യം അതും നൽകി. സായുജ്യം കൊടുത്ത് അതെല്ലാം ഭഗവാൻ കൊടുത്തു. അപ്പോൾ ഒരു ഭക്തന് കൊടുക്കുന്നത് ഇതുപോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൻ്റെ എത്രത്തോളാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു ഇഷ്ടമാണ് ഭഗവാനോട് നമുക്കുള്ളത്. അത് വരുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായൊരു ഭക്തനാകുകയും ഭഗവാൻ അവർക്ക് പ്രസാദമായി കൊടുക്കുന്നത്. അത് എത്രത്തോളമാണെന്ന് അറിയിക്കാൻ അതിന് അളവില്ലാത്ത ഒരു ഭക്തിയാണ് മക്കളെ. അതിന് നമുക്ക് അളന്ന് തിട്ടപ്പിടിക്കാൻ പറ്റാതെ സമുദ്രം പോലെ എന്ന് പറയാനേ എനിക്ക് പറ്റൂ. അതാണ് ഇവിടെ സുദാമാവും അങ്ങനെയായിരുന്നു, അക്രൂരനും അങ്ങനെയാണ്. അതുകൊണ്ടാണ് അക്രൂരൻ ജലത്തിൽ മുങ്ങിയപ്പോൾ വിശ്വരൂപം കാണിച്ചത്, വൈഷ്ണവ രൂപം. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സമയം പോയി. എല്ലാ മക്കളത് വായിച്ചാലും വായിച്ചില്ലേലും അത് മക്കൾക്കാണ്. ഞാൻ ചെയ്യേണ്ട കർമ്മം ഞാൻ ചെയ്തു. മക്കളെ, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. എൻ്റെ കർമ്മം ഇതാണ്, തന്നു. അത് സമയം പോയി എന്ന് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ അത് എല്ലാവരും അത് മനസ്സിലാക്കി ചെയ്യുക. നെറ്റില്ലെങ്കിൽ ബാക്കി നാളെ കാണുക. അങ്ങനെയും കാണാമല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.